ഭാഗത്തുനിന്ന് ചില കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് സ്വപ്നം അതിന്റെ അവസാന ഭാഗത്ത് പറയുന്ന ചില കാര്യങ്ങൾ ഒന്നിച്ച് ധ്യാനിക്കാമെന്ന് കരുതുകയാണ്. उस परिच्छेद के आरंभ के भागों को हम सीख चुके हैं, अब उसके निचले भागों को हम सीखेंगे. ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന് മുമ്പാകെ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ എന്ന അവസാന ഭാഗത്ത് പറയും. 36वें आयत में हम ऐसा पढ़ते हैं, इसलिए जागते रहो और हर समय प्रार्थना करते रहो कि तुम इन सब आने वाली घटनाओं से बचने और मनुष्य के पुत्र के सामने खड़े होने के योग्य बनो. ഇന്ന് രാത്രി അതിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത്. സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. आज रात का विशेष रूप से ये आयत में से दो बातों को हम सीखेंगे, एक जागते रहने के लिए और प्रार्थना करने के लिए. ഉണർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. जागते रहो और हर समय प्रार्थना करो. ഇംഗ്ലീഷ് ഭാഷാന്തരത്തില് വാച്ച് ആൻഡ് പ്രേ എന്നാണല്ലോ കൊടുത്തിരിക്കുന്നത്. अंग्रेजी अनुवाद में जो दिया गया है उसमें लिखा है सावधान रहो और प्रार्थना करो. കിങ് ജെയിംസ് വേർഷനിൽ നമ്മൾ വായിക്കുമ്പോൾ വാച്ച് ഈ therefore and pray always എന്ന് നമ്മൾ അവിടെ കാണും. और किंग जेम्स जो वर्जन है उसमें लिखा है सावधान रहो और इसलिए तुम सदैव प्रार्थना करो. അതിൽ ഉണർന്ന് എന്നുള്ള മലയാള വാക്കിനേക്കാൾ മൂലഭാഷയിലും നല്ല തർജ്ജമകൾ പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് തർജ്ജമകളിലും കൊടുത്തിരിക്കുന്നത് വാച്ച് ആൻഡ് പ്രേ എന്നുള്ള ഭാഗമാണ്, ചിന്തയാണ്. तो जागते रहो जो मलयालम में और हिंदी में लिखा है उससे भी बढ़कर अनुवाद जो है वो परिभाषा जो है उसमें सावधान रहने के लिए जो कहा जाता है वो सही है. പ്രാരംഭത്തില് വാച്ച് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ ചില ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. तो आरंभ में सावधान रहने के विषय में या चौकन्ना रहने के विषय में कुछ बातों को कहना चाहूंगा. നേരെ ആ വിഷയം പഠിക്കുമ്പോൾ നിരീക്ഷിച്ച് പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ നിരീക്ഷണമുള്ളവരായിരിക്കുക. दूसरे रीति में अगर इसको सीखे तो ऑब्जर्व करना या निरीक्षण करके प्रार्थना करना. നിരീക്ഷണം ചെയ്യേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ഇവിടെ ഞാൻ ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കുവാനിടയായിട്ട്. निरीक्षण करने वाली 4 बातों को मैंने यहाँ पर इसमें से समझ लिया. നിരീക്ഷണം ചെയ്യേണ്ട 4 കാര്യങ്ങൾ, പ്രാർത്ഥനയിൽ അറിയേണ്ട 4 കാര്യങ്ങൾ, ഇത് രണ്ടുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആരംഭത്തില് നിരീക്ഷണം ചെയ്യേണ്ട 4 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ. तो हमें जो निरीक्षण करना है वो 4 बातें और प्रार्थना में जो 4 बातों को ध्यान देना है, इस दोनों भाग को पढ़ेंगे. सो प्रारंभ में निरीक्षण की जो 4 बातें हैं उस पर हम गौर करेंगे. ആമേൻ. നിരീക്ഷണം ചെയ്യേണ്ട 4 കാര്യങ്ങളുടെ ആ 4 ഹെഡിങ് ഞാൻ ആദ്യം ഒന്ന് പറയാം. निरीक्षण करने की जो 4 बातें हैं उसका शीर्षक मैं पहले बताऊंगा. ഒന്ന്, നമ്മുടെ പ്രാഗൽഭ്യം നമ്മൾ നിരീക്ഷിച്ച് മനസ്സിലാക്കുക. एक, हमारी योग्यता को हमें निरीक्षण करके समझना है. 2, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിങ്കിൽ എടുക്കപ്പെടുന്നതിന് തടസ്സമായി ആത്മീയ ജീവിതത്തിൽ എന്തെങ്കിലും സ്പിരിച്വൽ ഡേഞ്ചേഴ്സ്, ആത്മീയമായി എന്തെങ്കിലും തകരാറുകൾ ഉണ്ടോ എന്ന് ആ ഭാഗം നിരീക്ഷിക്കും. और दूसरा, हमारे यीशु मसीह के आगमन में जब हम उठा लिए जाए, इसके विपरीत में या इस बात को ठोकर देने जैसा आत्मिक कोई खतरा अगर हमारे जीवन में है, इस बात को हमें निरीक्षण करना है. മൂന്നാമത്തെ കാര്യം, ഈ ദിവസങ്ങളിൽ നാം ലോകയാഗവുമായി അനുഭവിക്കുന്ന ഈ പ്രതികൂലങ്ങൾ ഉൾപ്പെടെ ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതികൂലങ്ങൾ എന്തുകൊണ്ട് എന്നുള്ളതിനെ കുറിച്ച് നിരീക്ഷിച്ച് മനസ്സിലാക്കുക. और तीसरी बात, अभी का जो वर्तमान हमारी अवस्था को लेकर भी और अन्य जो भी बातें एक चुनौती की तरह हमारे सामने आता है, एक मसीह व्यक्ति के जीवन में ये प्रतिकूल परिस्थिति, संकट, ये कष्ट क्यों? ആമേൻ. നാലാമതായിട്ട്, നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധ ജീവിതം ചെയ്ത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ ഉന്നതമായ പ്രത്യാശയ്ക്ക് വേണ്ടി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, और तो चौथा जो है, जब हम लोग ने यीशु मसीह में विश्वास करके उद्धार पाके बपतिस्मा पाकर पवित्र आत्मा को पाकर उस यीशु मसीह की महान आगमन की आशा में जो है, ആശയിൽ നമ്മൾ എത്തിച്ചേരുന്നത് ഇഷ്ടമില്ലാത്ത നമ്മുടെ എതിരാളിയായ പിശാച് उस आशा में हम ना पहुंचे, इसलिए हमारा वैरी जो शैतान है, അവന്റെ പാളയത്തിൽ നിന്ന് നമുക്കെതിരെ നടത്തുന്ന കരുനീക്കങ്ങളെ നിരീക്ഷിച്ച് മനസ്സിലാക്കുക. उसकी छावनी से हमारे खिलाफ जो योजनाएं वो चलाता है, उसको निरीक्षण करके समझने का विषय. ഈ 4 കാര്യങ്ങളെ നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് കഴിയണം. സ്വർഗം ആഗ്രഹിക്കുന്നത് ഈ വിധത്തിൽ ഒരു നിരീക്ഷണം നമുക്ക് ഈ 4 ഏരിയയിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്.
तो परमेश्वर या स्वर्ग ये इच्छा करता है, अपेक्षा करता है हमारी प्रार्थनाओं में ये 4 जो बातें हमने रखा है इसका निरीक्षण करते हुए हम प्रार्थना करें। ഈ 4 ഹെഡിങ്ങിന്റെ കീഴിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ വേഗത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സമയമുണ്ടെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് വരാം, ഇല്ലെങ്കിൽ അടുത്ത പകലിൽ നമുക്ക് പ്രാർത്ഥനയിലെ നിരീക്ഷണം, അത് വളരെ ഗൗരവമേറിയ ചില കാര്യങ്ങളാണ്, അത് പിന്നീട് നമുക്ക് പഠിക്കാം. ദൈവത്തിന് സ്തോത്രം. ये 4 जो शीर्षक है इसके बारे में प्रारंभ में बात करना चाहूंगा. अगर आज समय मिलता है तो दूसरी भाग में जाएंगे, नहीं तो आने वाले दिनों में उस भाग पर हम जाएंगे, क्योंकि प्रार्थना में निरीक्षण का जो विषय है बहुत ही महत्वपूर्ण है और उसको सीखना अनिवार्य है. എളിയവനിത് പറയുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളെ മനസ്സിലാക്കി പ്രാർത്ഥനാ ജീവിതത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. और इन बातों को मैं कहने से पहले ही प्रार्थना के जीवन में जो स्वस्थ है उसके लिए मैं प्रभु का धन्यवाद करता हूँ. ആമേൻ. ആരെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കാതിരിക്കുന്നെങ്കിൽ ഇന്ന് മുതൽ ഈ കാര്യത്തിൽ കുറെ കൂടെ ശ്രദ്ധയുള്ളവരായി നമുക്ക് ആരോഗ്യപരമായ ഒരു പ്രാർത്ഥനാ ജീവിതമുള്ളവരായി നമുക്ക് മാറാം. और अगर आज तक अगर कोई भी इस बात से लेकर अनजान है तो आज से हम चौकन्ने हो जाएंगे कि हमारा प्रार्थना का जीवन जो है वो एकदम सामर्थ्य जीवन और स्वस्थ जीवन हो. ഇനിയും ഇതിൽ ഓരോന്നായിട്ട് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. अब इसमें एक एक करके हम आगे मगन करेंगे. പ്രാർത്ഥനയുടെ സഹായത്തോടെ ആയിരിക്കണമെന്ന് ദൈവസ്നേഹത്തിൽ വീണ്ടും ഓർപ്പിക്കുകയാണ്. സ്തോത്രം. प्रार्थना से सब लोग रहने के लिए फिर एक बार मैं अनुरोध करता हूँ. ഒന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രാർത്ഥനയിൽ നമ്മുടെ പ്രാഗൽഭ്യം ഉറപ്പാക്കുക. पहले जो हम सीखने वाले हैं प्रार्थना में हमारी योग्यता का पुष्टिकरण. ഇന്ന് ഒരു വഞ്ചനയുടെ ആത്മാവ് ആത്മീയലോകത്ത് വളരെ ശക്തമായി വ്യാപരിക്കുന്നു. आज एक धोखे की आत्मा ये आत्मिक समूह में समाज में बहुत टाइप से मंडरा रहा है. ആ ആത്മാവിനെ തിരിച്ചറിയാതെ ഇരിക്കുന്ന പലരും പ്രാർത്ഥനയിൽ ദൈവം ഉദ്ദേശിക്കുന്ന നിലവാരത്തിൽ നിന്ന് വളരെ മാറി നിൽക്കുകയാണ്. और जो आत्मा में इन बातों को नहीं समझता वो परमेश्वर अपेक्षा करने वाली प्रार्थना से बहुत दूर है, अलग. ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, അതായത് ഈ പ്രാർത്ഥനയിൽ നമ്മൾ അധികം പ്രാർത്ഥിക്കാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൂടുതൽ പ്രാർത്ഥിച്ച് സമയമെടുക്കുന്നു. मैं ऐसा कहना चाहूंगा हमारी प्रार्थनाओं में जिन विषयों को ज्यादा तूल नहीं देना चाहिए उन विषयों का प्रार्थना करके हम समय गवाते हैं. ധാരാളം പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾ വളരെ കുറച്ച് മാത്രം പ്രാർത്ഥിക്കുന്നു. और बहुत टाइप से जिन विषयों के ऊपर प्रार्थना करते हैं उन विषयों को हम कम प्रार्थना करते हैं. അത് കുറെ കൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ ആത്മീയ പ്രാധാന്യമുള്ളത് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുകയും ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി കുറഞ്ഞ വാക്കിൽ സ്തോത്രത്തോടെ ആ കാര്യങ്ങൾ അറിയിക്കുകയുമാണ് ചെയ്യേണ്ടത് ദൈവത്തിന്റെ ഹിതം. थोड़ा और समझाने के लिए ऐसा कहूंगा, आत्मिक बातों की जो प्रार्थना है उसमें ज्यादा समय हम दे और आर्थिक बढ़ोतरी के लिए जो प्रार्थना है वो एक इसमें या एक वाक्य में उसको खत्म कर दे. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി എന്താണ്? परमेश्वर को हमारे प्रति योजना क्या है? എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ ഉറപ്പാക്കണം. एफेसियों की पत्री 1 उसका 18 में पौलुस ऐसा कहता है कि हमारी जो बुलावट है उस बुलावट की आशा को क्या है वो हमको जान लेना है. ആ വിഷയം നമ്മൾ ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാല് ഭൗതികമായ യാതൊരു വിധമായ മെച്ചപ്പെട്ട സ്ഥിതിക്ക് വേണ്ടിയും അല്ല ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. और इस विषय को गहराई से हम पढ़ेंगे तो हम समझ पाएंगे किसी भी प्रकार की आर्थिक या सांसारिक बढ़ोतरी के लिए या उन्नति के लिए परमेश्वर ने हमें बुलाया नहीं है. ഞാൻ മുമ്പ് അവിടെ കടന്നു വന്നപ്പോൾ ഏതെങ്കിലും മീറ്റിംഗിൽ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. मैं जब पहले वहां पर आया हूँ इसके बारे में पहले मैंने कहा है या नहीं ये मुझे याद नहीं. ഇനിയും ഒരുപക്ഷെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് കേട്ടവരുണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടി അതൊന്ന് ഓർക്കാനും ഇതുവരെ കേട്ടിട്ടില്ലാത്തവർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കുവാനുമായിട്ട് ഞാൻ ഓടി ആ വിഷയങ്ങളൊന്ന് പറഞ്ഞോട്ടെ ഇതിന്റെ പശ്ചാത്തലത്തിൽ. अब अगर कहा रहेगा, अगर नहीं भी कहा हो तो कोई बात नहीं, जिसने सुना है उनके लिए ये एक यादगार होगा और जो नहीं सुना उनके लिए नहीं सीख होगी. इसलिए मैं दौड़ाकर इन बातों को जल्दी से बताना चाहूंगा इस पृष्ठभूमि में. നമ്മുടെ വിളിയാലുള്ള ദൈവത്തിന്റെ ആശ എന്നതെന്ന് പഠിക്കുമ്പോൾ ആമേൻ ഒരു 3-4 വാക്യങ്ങൾ അതെ ഉദാഹരണമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. और ये जो बुलाने की आशा कैसा है इसको समझने के लिए 3-4 आयतों को मैं बताना चाहूंगा. ഒന്നാമതായിട്ട് ഞാൻ ഈ വാക്യം പറയാൻ ആഗ്രഹിക്കുന്നു. 1 പത്രോസ് 1:4. पहला पत्रोस 1:4. അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം ഒന്നുമില്ലാത്ത
എന്നതായ സ്വർഗീയ അവകാശത്തിനായി നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്നവിടെ പറയുന്നു. वहां पर ऐसा लिखा है, अर्थात एक अविनाशी और निर्मल और अजर मिरास के लिए जो तुम्हारे लिए स्वर्ग में रखी है, जिनकी रक्षा परमेश्वर की सामर्थ से विश्वास के द्वारा उस उद्धार के लिए है जो आने वाले समय में प्रकट होने वाली की जाती है. ഇത് ഞാൻ ഒന്നും തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, വാക്യം ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരിക മാത്രം ചെയ്യുന്നു. इस आयत से और कुछ मैं बताना नहीं चाहूंगा, केवल इस आयत को आपके ध्यान में लाना चाहता था. അവിടെ പറയുന്നത് അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനിരിക്കുന്ന രക്ഷ പ്രാപിക്കേണ്ടതിന് വേണ്ടി, അതിനുവേണ്ടി ഒരുങ്ങും തന്റെ കുഞ്ഞുങ്ങളെ വിശ്വാസത്താൽ ദൈവം തന്റെ ശക്തി കൊണ്ട് കാക്കുന്നു. അവർക്ക് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, പാട്ടം ഒന്നുമില്ലാത്ത സ്വർഗീയ അവകാശത്തിനായി അവരെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. वहां पे लिखा है कि जो विश्वास के द्वारा उद्धार के लिए आने वाले समय में प्रकट होने वाली वो बात है, उस बात के लिए हमें बुलाया गया है, अर्थात अविनाशी, निर्मल और एक अजर मिरास के लिए, उस आशा में जीवित रहने के लिए हमें उद्धार दिया गया है. വീണ്ടും ജനിപ്പിച്ചത് നമ്മളെ സ്വർഗീയ അവകാശം പ്രാപിക്കാനാണെന്ന് അവിടെ പറയുന്നു. वहां पर लिखा है कि हमें दोबारा जन्म इसलिए दिया है ताकि स्वर्गीय वारिस हम बने, अनुग्रह को हम पाए. ഇനി 2 തെസ്സലോനിക്കർ 2:14 പഠിക്കുമ്പോൾ, 2 തെസ്സലോനിക്കർ 2:14 പഠിക്കുമ്പോൾ, दूसरी തെസ്സലോനി 2:14 अगर हम पढ़ते हैं, നമ്മുടെ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ സുവിശേഷ ഘോഷണത്താൽ ഞങ്ങൾ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചതെന്ന് അവിടെ പറയുന്നു. हमारे यीशु मसीह की महिमा के लिए सुसमाचार के निमित्त हमने तुम्हें बुलाया, ऐसा वहां लिखा है. യേശുക്കഥയിൽ ഇപ്പോൾ പ്രാപിച്ചിരിക്കുന്ന ആ സ്വർഗീയമായ തേജസ്സിന്റെ തുല്യ പങ്കാളിത്തം പ്രാപിക്കാനുള്ള ഒരു വിളിയാണ് നമ്മുടെ മേലുള്ള വിളി എന്നാണ് അവിടെ കാണുന്നത്. वहां पर जो हम सीखते हैं वो ये है, यीशु मसीह ने अब स्वर्ग में जो औदा पाया है, उसी उसके समान औदा पाने के लिए, वही बात को उसी समान पाने के लिए हमें बुलाया गया है. 1 യോഹന്നാൻ 2:25 പഠിക്കുമ്പോൾ, पहले 2:25 को जब हम पढ़ते हैं, ദൈവം നമുക്ക് ഒരേ ഒരു വാഗ്ദത്തമേ തന്നിട്ടുള്ളൂ, ആ വാഗ്ദത്തം നിത്യജീവനാണെന്ന് അവിടെ പറയുന്നു. और वहां पर ये लिखा है कि केवल एक ही प्रतिज्ञा हमारे लिए दिया गया है, और वो प्रतिज्ञा कुछ और नहीं, मात्र अनंत जीवन है. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രധാന വാഗ്ദത്തം നിത്യജീവൻ മാത്രമാണ്. परमेश्वर ने हमें दिया हुआ जो बहुत ही विशेष प्रतिज्ञा है, वो अनंत जीवन है. യോഹന്നാന്റെ സുവിശേഷം 3:16 പഠിക്കുമ്പോൾ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് നൽകി തന്നത് ക്രൂശിൽ മരിക്കുവാനായും ആമേൻ നമുക്ക് വേണ്ടി മറുവിലയായി നൽകിയതിന്റെ പ്രധാന ഉദ്ദേശം അവിടെ പറയുമ്പോൾ, यूहन्ना 3:12 में हम पढ़ते हैं, वहां पर हमारे यीशु मसीह को जो हमारे लिए दिया गया है और हमारे पापों के हेतु हमारे प्रायश्चित के लिए परमेश्वर को जो सलीब पर दिया गया, उसका कारण वहां लिखा गया है. ആമേൻ. നമുക്ക് ഏവർക്കും കാണാതെ പറയാൻ കഴിയുന്ന വാക്യമാണെങ്കിലും എത്ര പേര് ആ വാക്യം ശ്രദ്ധിച്ച് പഠിച്ചിട്ടുണ്ടെന്ന് ഉള്ളത് ചിന്തിച്ചു നോക്കുക. हम लोग तो इस वचन को हृदय किए हुए, लेकिन कितने लोगों ने एकदम अच्छे से मन लगाकर या मगन से इसको पढ़ा है, वो आप लोग अपने आप को जांच लेना. ആമേൻ. അവിടെ പറയുന്നത് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു വന്ന. तो 3:16 में ये लिखा है, क्योंकि परमेश्वर ने जगत से ऐसा प्रेम रखा कि उसने अपने एकलौते पुत्र को दे दिया, ताकि जो कोई उस पर विश्वास करे वह नाश ना हो, परंतु अनंत जीवन पाए. അവൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, अनंत जीवन को पाने के लिए. ഇനി എഫേസ്യ ലേഖനം 1:4 വാക്യം വായിക്കുമ്പോൾ, एफेसियों की पत्री 1:4 जब हम पढ़ते हैं, 3-4 കൂടെ വായിക്കുന്നത് ഏറ്റവും നല്ലതാണ്. 3 और 4 साथ में पढ़ेंगे तो अच्छा है. അത് ഇംഗ്ലീഷ് ഭാഷാന്തരം കിങ് ജെയിംസ് വെർഷൻ ഓർത്താൽ കുറെ കൂടെ നല്ലതായിരിക്കും. KJV में से पढ़ेगा तो और बेहतर होगा. ഞാനിപ്പോൾ മലയാളത്തിൽ പറയാം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. എന്നിട്ട് 4-ാം വാക്യത്തിൽ പറയുന്നു, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. एफेसियों की पत्री 1 अध्याय 3 और 4 आयत. हमारे प्रभु यीशु मसीह के परमेश्वर और पिता का धन्यवाद हो कि उसने हमें मसीह के स्वर्गीय स्थानों में सब प्रकार की आशीष दी है, जैसे उसने हमें जगत की उत्पत्ति से पहले उसमें चुन लिया कि हम उसके निकट प्रेम में पवित्र और निर्दोष हो. വായിച്ച് ഞാൻ ആ ഭാഗം വിടാൻ പോവുകയാണ്. ഇങ്ങനെ അനേക വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധയിൽപ്പെടും. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ
നിങ്ങളുടെ മനസ്സിൽ ഈ ഭാഗ്യങ്ങൾ നിൽക്കുന്നില്ലെങ്കിൽ ദയവായി നോട്ട് ചെയ്യുക, പിന്നത്തെ എടുത്ത് ധ്യാനിക്കണമെന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുക. ऐसे अनेक वचन हैं, लेकिन जैसे मैंने पहले आपको याद दिलाया था, अगर ये रेफरेंस आपके सहन में नहीं रहता तो आप लोग इसको नोट कर लीजिए, ताकि आगे जब समय मिले तो समय लेकर इन वाक्यों में से मगन करना. കാര്യം വഞ്ചനയുടെ ആത്മാവിന്റെ വ്യാപാരം ഇന്ന് ആത്മീയലോകത്ത് വളരെ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. ആ ആത്മാവിനാൽ നാം വഞ്ചിക്കപ്പെടാതിരിക്കേണ്ടതിനാണ് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. कहने का तात्पर्य यही है, जैसे पहले बताया, धोखा देने वाली आत्मा का मंडराना इस समय में बहुत ज्यादा है, और ताकि कोई उस आत्मा में फंस न जाए, इसलिए इन वचनों को लेकर आप लोगों को इन बातों को सिखा रहे हैं. ഒരു വാക്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. 1 തെസ്സലോനിക്കർ 5:10. पहली തെസ്സലോനി 5:10. നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാനാണ് നിയമിച്ചിരിക്കുന്നത്. यह हमारे लिए इस कारण मरा कि हम चाहे जागते हो चाहे सोते हो सब मिलकर उसी के साथ जिए. മറ്റൊരു ഭാഷയിൽ ആ വാക്യം പറഞ്ഞാല് അത് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമുള്ള രക്ഷ പ്രാപിച്ച് ദൈവത്തോടൊപ്പം വസിക്കേണ്ടതിനാണ് ദൈവം നമ്മെ നിയമിച്ചിരിക്കുന്നത്. एक दूसरी परिभाषा इस आयत का कहे तो उद्धार पाकर यीशु मसीह या परमेश्वर के साथ वास करने के लिए हमारा बुलावट और हमारा चयन हुआ है. ഇത്രയും വാക്യങ്ങൾ വായിച്ചതിൽ എവിടെയെങ്കിലും ഭൗതിക ലോകത്തിലെ നന്മകൾ പ്രാപിക്കുവാൻ വേണ്ടി ദൈവം നമ്മെ തെരഞ്ഞെടുത്തുവെന്ന് നമ്മൾ എവിടെയെങ്കിലും വായിക്കുവാൻ ഇടയായിട്ടുണ്ടോ എന്ന് ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. अब इतना वचन जो हमने पढ़ा, इसमें कहीं पर भी हमारी आर्थिक बातों के लिए प्रार्थना करना है या उसके लिए हमें बुलाया गया है, ऐसा कहीं पे आपने पढ़ा? इस विषय में आप लोग चिंता करना. വേദപുസ്തകം ഏത് കോർണറിൽ നിന്ന് പഠിച്ചാലും, വിശേഷാൽ പുതിയ നിയമത്തിൽ നാം പഠിക്കുമ്പോൾ സ്വർഗത്തിലെ അനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ദൈവത്തോടൊപ്പം വസിക്കുവാനാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. परमेश्वर के पवित्र कलाम आगे से लेके हम लोग का पूरा अगर पढ़ ले, खासकर नया नियम में अगर हम देखें, तो आर्थिक या फिर सांसारिक बातों के लिए नहीं, आत्मिक आशीषों को पाकर परमेश्वर के साथ वास करने के लिए हमारा बुलावट और चयन हुआ है. इसी बात को हम हमेशा पढ़ सकते हैं. നമുക്ക് ഭൗതികമായ ആവശ്യങ്ങളില്ലെന്നോ നമ്മുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും നടക്കരുതെന്നോ അർത്ഥമില്ല. इसका मतलब हमें आर्थिक जरूरत नहीं है और संसारिक हमारी इस जगत में जो चाहिए वो अनिवार्य जरूरी बातों को चाहिए नहीं चाहिए, ऐसा नहीं है. ദൈവം ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം മുൻഗണന കൊടുക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. हमें इतना समझना है, परमेश्वर कभी भी इन बातों को ज्यादा तवज्जो नहीं देता या प्राथमिकता नहीं देता. ദൈവം മുൻഗണന കൊടുക്കുന്നത് ഒരിക്കൽ നമുക്ക് ഉണ്ടായിരുന്നിട്ട് നഷ്ടപ്പെട്ടു പോയ നിത്യജീവൻ തന്റെ പുത്രനിലൂടെ തിരികെ തരിക എന്നുള്ളത്. परमेश्वर के मन में जो तवज्जो है या जो प्राथमिकता वो देता है, हमारे जीवन में जो पहले वो अनंत जीवन था जो नष्ट हुआ था, उस अनंत जीवन में हमें वापस ले आना, ये परमेश्वर का तवज्जो है. ഇനി മറ്റൊരു കാര്യം ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞോട്ടെ. दूसरी एक बात मैं सरलता से कह दूं, ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ബൈബിളിന്റെ കണ്ടന്റ്, ഇതിൽ ഉള്ളടങ്ങിയിരിക്കുന്ന വിഷയം എന്താണ്? हमारे हाथ में जो ये पवित्र कलाम है, इसके अंदर जो है वो क्या है? അത് ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഗ്രഹിക്കുന്നു വിശ്വസിക്കുന്നു. ബൈബിൾ എവിടെ ആരംഭിച്ചോ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. और मैं ऐसा कहना चाहूंगा, उम्मीद है और आशा है कि आप लोग ये समझ पाएंगे, बाइबल का शुरुआत कहाँ हुआ था वहीं पे इसका अंत किया जाना है. ഉൽപ്പത്തി പുസ്തകത്തിന്റെ പ്രാരംഭ അധ്യായങ്ങളിൽ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ വസിക്കുവാൻ മനുഷ്യനായ നമ്മെ സൃഷ്ടിച്ചുവെങ്കിൽ തന്ത്രപരമായ പിശാചിന്റെ പ്രവർത്തനത്താൽ ആ ദൈവിക സ്വഭാവവും സ്വരൂപവും തേജസ്സും കൂട്ടായ്മയും നമുക്ക് നഷ്ടമായി. ആ നഷ്ടപ്പെട്ടു പോയത് യേശുക്രിസ്തുവിലൂടെ നമുക്ക് തിരികെ തരുന്ന കാര്യം പറഞ്ഞ് ബൈബിൾ അവസാനിക്കുന്നു. हम लोग यहाँ पर ये देखते हैं, उत्पत्ति में जहाँ पर ये आरंभ होता है, मनुष्य की सृष्टि करके परमेश्वर के सदृश में और समानता में उसकी उस संगति में जो मनुष्य को बनाया, लेकिन धोखे से और शैतान ने जो इन बातों को मसीह के लोगों से निकाल दिया, जहाँ पर जो है परमेश्वर के साथ की जो संगति है, जो प्रेम, जो विश्वास और जो महिमा जो नष्ट हुआ था, ये नष्ट हुई बातों को फिर से मनुष्य को लौटाने के लिए यीशु मसीह के माध्यम से, उस सलीब के मृत्यु के माध्यम से जो मनुष्यों को बुलाने की योजना है, वहां पर जो है ये बाइबल खत्म होता है. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിന്റെ അവസാന ഭാഗം പഠിക്കുമ്പോൾ അത് വ്യക്തമാകും.
पहले यूहन्ना उसका पहला अध्याय का 3 आयत को पढ़ेंगे तो हम और भी गहराई से इसको समझ सकते हैं। ദൈവം അനുവദിച്ചാൽ അടുത്ത അവസാന മീറ്റിംഗിലേക്ക് വരുമ്പോഴത്തേക്ക് നാം ഭാഗം കുറച്ചുകൂടെ വ്യക്തമായി ചിന്തിക്കുമായിരിക്കും. परमेश्वर की अनुमति हो तो आने वाले संगतियों में थोड़े और विस्तार से उन बातों को हम सोच सकते हैं। ആമീൻ. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അതെ, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അതെ, നാം ദൈവമക്കൾ, അങ്ങനെ തന്നെ ദൈവമക്കളാകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മളെയും അറിയുന്നില്ല. എന്നാൽ അടുത്ത വാക്യത്തിൽ പറയുന്നു, 2-ാം വാക്യത്തിൽ അവസാനം പറയുന്നു, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്ന രൂപത്തിൽ കാണുന്നത് കൊണ്ട് അവനോട് സദൃശന്മാരാകും. ദൈവമക്കൾ ഈ വാക്യങ്ങളെല്ലാം ബൈഹാർട്ടാക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. पहले यूहन्ना 3 अध्याय उसका 1 और 2 उसमें ऐसा लिखा है, देखो पिता ने हमसे कैसा प्रेम किया है कि हम परमेश्वर की संतान कहलाए और हम है भी। इस कारण संसार हमें नहीं जानता क्योंकि उसने उनके भी नहीं जाना। हे प्रियो, अभी हम परमेश्वर की संतान है, पर अब तक यह प्रकट नहीं हुआ कि हम क्या कुछ होंगे। इतना जानते हैं कि जब वह प्रकट होगा तो हम भी उसके समान होंगे, क्योंकि उसको वैसा ही देखेंगे जैसा वह है। मेरा अनुरोध है कि मसीह लोग इन वचनों को हृदयस्थ करना है। അവനെ താൻ ഇരിക്കുന്ന രൂപത്തിൽ കാണുന്നത് കൊണ്ട് നാം അവനോട് സദൃശന്മാരാകും. വെരി സെയിം ഇമേജ് എന്നാണ് അവിടെ കാണുന്നത്. क्योंकि जैसा वो है वैसा हम उसे देखेंगे, इस कारण हम उसके समान होंगे, ऐसा लिखा है। ഇനി 1:10 കൂടെ ഓർക്കുക. എഫേസ്യ ലേഖനം 1:10 കൂടെ ഓർക്കുക. अब एफेसियों की पत्री 1:10 भी आप लोग याद कीजिए। ചില കാര്യങ്ങൾ ഗൗരവമായിട്ടുള്ളത് പൗലോസ് പറഞ്ഞിട്ട് അവസാനം പറയുന്നത് ഇങ്ങനെയാണ്. ആ ഭാഗം വായിച്ചു കൊള്ളണം. ഇങ്ങനെയാണ് പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നാക്കി തീർക്കുക എന്നിങ്ങനെയുള്ള കാലസമ്പൂർണതയുടെ വ്യവസ്ഥയ്ക്കായി കൊണ്ടുതന്നെ. जब समय मिलेगा तो इन वचनों को लेकर मगन करना। वहां ऐसा लिखा है एफेसियों की पत्री 1:10 कि समयों के पूरे होने का ऐसा प्रबंध हो कि जो कुछ स्वर्ग में है और जो कुछ पृथ्वी पर है सब कुछ वह मसीह में एकत्र करे। ഒരിക്കൽ സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം ഈക്വലായ ഒരു അനുഭവത്തിൽ പോയിക്കൊണ്ടിരുന്നു. പാപം ചെയ്തപ്പോൾ അത് ഈ തരത്തിലായിപ്പോയി. അതിനെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മടക്കി കൊണ്ടുവരുന്നെന്നാണ് അവിടെ പറയുന്നതിന് രത്നചുരുക്കം. और यहाँ जो लिखा गया है उसका संक्षेप में मतलब इतना ही है, एक समय में स्वर्ग और पृथ्वी की जो बातें थे समांतर चलता था, लेकिन पाप के वजह से जो है इसमें पूरा जो है संतुलन बिगड़ गया। अब वापस जो है परमेश्वर पुराना जो पहला जो एक साथ था उसी अनुभव में फिर लाना चाहता है। അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരിക്കൽ ഉണ്ടായിരുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്ത് യേശുക്രിസ്തുവിലൂടെ നമുക്ക് വീണ്ടും തിരികെ തരുന്ന ദൈവത്തിന്റെ പദ്ധതി. और इसीलिए वहां लिखा है कि जो एक बार पहले था उसको वापस एक करने के लिए, वापस उस पूर्ण अवस्था में करने के लिए यीशु मसीह के द्वारा किया गया यह योजना। അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. और इसलिए प्रभु ने हम लोगों को चुना है। ഈ കാര്യത്തിന് വേണ്ടി പാവപ്പെട്ട നമ്മളെ ദൈവം തെരഞ്ഞെടുത്തല്ലോ എന്ന് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. और इसके लिए हम गरीब लोगों को प्रभु ने चुना, इसलिए हम उसकी स्तुति करेंगे। നമുക്ക് ലഭിച്ച രക്ഷ ഇത്ര വലിയ രക്ഷയെന്നാണ്, സോ ഗ്രേറ്റ് സാൽവേഷൻ, എത്ര വലിയ രക്ഷയെന്നാണ് ദൈവത്തിൽ പറയുന്നത്. इतना बड़ा उद्धार या इतना एक महिमा भरा उद्धार, ऐसा वचन में लिखा है। ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരട്ടെ. अगले भाग में आना चाहूंगा। ആമേൻ. 1 യോഹന്നാൻ 1:3 വരെ നമ്മൾ വായിച്ച സ്ഥാനത്ത് 3-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നു, അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കുന്നു. और पहले यूहन्ना जहां हमने पढ़ा उसका दूसरा भाग में हम ऐसा पढ़ते हैं, उसमें जो ये आशा रखते हैं वो जैसा वो पवित्र है वैसे अपने आप को पवित्र करे। അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ പറഞ്ഞത്, 4-ാം അധ്യായത്തിൽ പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. और इसीलिए पहले तेस्सलोनिका में ऐसा लिखा है कि परमेश्वर की इच्छा हमारा शुद्धिकरण है। അപ്പൊ നമ്മൾ മനസ്സിൽ ഓർക്കണം, നമുക്ക് ദൈവം തന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദത്തം ഒരു വാഗ്ദത്തം മാത്രമേ ഉള്ളൂ, നിത്യജീവൻ. तो 2 बातों को स्मरण रखना, एक परमेश्वर ने जो हमें प्रतिज्ञा दिया है उसमें से सर्वोच्च प्रतिज्ञा जो है अनंत जीवन है। അത് 1:25 നമ്മൾ കണ്ടു. पहले यूहन्ना 2:25 में हमने देखा। ഇനി ദൈവത്തിന് നമ്മെ കുറിച്ച് അനേക ഇഷ്ടങ്ങളില്ല. ദൈവത്തിന് നമ്മെ കുറിച്ച് ഒരേ ഒരു ഇഷ്ടം മാത്രമേ ഉള്ളൂ, നമ്മുടെ ശുദ്ധീകരണം തന്നെ. अब परमेश्वर को हमें लेकर अनन्य या विभिन्न प्रकार की अपेक्षाएं नहीं है, एक ही अपेक्षा है और वो हमारा शुद्धिकरण.
ദൈവം ഉദ്ദേശിക്കുന്ന ശുദ്ധീകരണവും വിശുദ്ധീകരണവും നടന്ന് നാം കർത്താവിനെ പോലെയായി കർത്തൃസന്ധിയിൽ നിത്യജീവൻ അനുഭവിച്ച് കർത്താവിനോടൊപ്പം ആയിരിക്കണം. ഇതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. परमेश्वर का मकसद उद्देश्य केवल इतना ही है, हम लोग अपने आप को शुद्ध करके पवित्र करके जैसा यीशु मसीह है वैसा उस सम्मान में बनकर अनंतता के लिए परमेश्वर के साथ वास करे। ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ആ ശുദ്ധീകരണത്തിന് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള പ്രാർത്ഥനയായിരിക്കും നമ്മൾ കൂടുതലും പ്രാർത്ഥിക്കുന്നത്. ये दृष्टिकोण अगर हमारे हृदय में है तो इसकी ओर तवज्जो देकर हमारे प्रार्थना होगा। നാം എത്ര വിശുദ്ധരായി എന്ന് പറഞ്ഞാലും കർത്താവിന്റെ വിശുദ്ധിയുടെ പൂർണ്ണതയിൽ നമ്മൾ എത്തിയിട്ടില്ല. हम कितने भी पवित्र हैं ऐसा हम दावा क्यों ना कर ले, लेकिन परमेश्वर की उस पवित्रता में हम अभी तक नहीं पहुंचे हैं। നാം എത്ര ശുദ്ധീകരണം പ്രാപിച്ചാലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തമുഖാന്തരമല്ലാതെ നമുക്ക് പാതപെടുത്തേക്ക് നിൽക്കാനായിട്ട് കഴിയത്തുമില്ല. हम कितना भी शुद्धिकरण अपने आप से क्यों ना कह ले, लेकिन यीशु मसीह के लहू के अलावा कोई भी शुद्धिकरण के साथ हम परमेश्वर के सामने बिना नहीं खड़े हो सकते। ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ അതിനോട് ബന്ധപ്പെട്ട ഒരു വാക്യം വായിപ്പിച്ചോട്ടെ. जब इतना कहा तो उसी से संबंधित एक वचन पढ़ना चाहूंगा। സദൃശവാക്യം 20:9 ഒന്ന് വായിക്കാമോ? സദൃശവാക്യങ്ങൾ 20:9. नीति वचन 20:9। कौन यह कह सकता है कि मैं अपने हृदय को पवित्र किया अथवा मैं पाप से शुद्ध हुआ हूँ? ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് പാപമൊഴിഞ്ഞ് നിർമ്മലനായിരിക്കുന്നെന്ന് ആർക്ക് പറയാം? ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് പാപമൊഴിഞ്ഞ് നിർമ്മലനായിരിക്കുന്നുവെന്ന് ആർക്ക് പറയാം? कौन कह सकता है कि मैंने अपने हृदय को पवित्र किया अथवा मैं पाप से शुद्ध हुआ हूँ? അത് പറയാൻ കഴിയുന്ന ആരും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ऐसा कहने के लिए कोई भी योग्यता रखता हो ये मुझे नहीं लगता। എന്നാൽ കർത്താവ് സന്ധിയിൽ ആവശ്യബോധത്തോടെ കടന്നു വന്നാൽ ആ ഒരു അനുഭവത്തിലേക്ക് യേശുക്രിസ്തു മുഖാന്തരം അവിടുത്തെ രക്തമുഖാന്തരം നമ്മെ ദൈവം ഉയർത്തിയെടുക്കും കൃപയാൽ. लेकिन परमेश्वर की अगर उपस्थिति में हम आ जाते हैं और सच्चाई से यीशु मसीह के लहू से अगर हम उस क्षमा को मांगते हैं तो परमेश्वर हमें शुद्ध करके उस श्रेणी की ओर हमें उठाएगा। ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ നമുക്ക് പിന്നെയും പഠിക്കുവാനുണ്ട്. ഇപ്പോൾ തൽക്കാലം ഈ ഭാഗത്ത് നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ മുന്നോട്ട് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. ऐसे बहुत से चीजों को हमें सीखना है, लेकिन अभी इस भाग से इतना सोचना चाहेंगे। ദൈവമക്കൾക്ക് സന്തോഷമുണ്ടെന്ന് വിശ്വസിക്കട്ടെ. परमेश्वर के लोगों को आनंद है ऐसा उम्मीद है। ആമേൻ. അതുകൊണ്ട് നമ്മൾ ആദ്യം പഠിച്ചു വന്നത് നമ്മൾ പ്രാർത്ഥനയിൽ ഒന്നാമത് നമ്മൾ നമ്മുടെ പ്രാഗൽഭ്യത്തെ കുറിച്ചുള്ള നിരീക്ഷണമുള്ളവരായിരിക്കും. तो इसीलिए निरीक्षण के बदले में पहला जो शीर्षक था योग्यता, हमने ये देखा कि हमें हमारी योग्यता कैसे हमें निरीक्षण करना है। ആമേൻ. ആ നിരീക്ഷണത്തിൽ ഒന്നാമത്തേത് നമ്മുടെ പ്രാഗൽഭ്യം. और पहला निरीक्षण है हमारी योग्यता। നാം തെറ്റ് ചെയ്താൽ പ്രധാനമായിട്ട് 3 സ്ഥലങ്ങളിൽ അത് റെക്കോർഡ് ചെയ്തിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കും. हम जब कोई गलती करे तो 3 जगहों पर इसका रिकॉर्ड किया जाता है, इस बात को हमें समझना है। ഒന്ന് നമ്മുടെ മനസാക്ഷി, एक हमारे विवेक में। സങ്കീർത്തനം 51:3 വായിക്കുമ്പോൾ ആ ഭാഗം കാണാനായിട്ട് കഴിയും. भजन संहिता 51 उसका 3 में हम इस भाग को पढ़ सकते हैं। അവിടെ ദാവീദ് പറയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. वहां पर दाऊद कहता है मेरा अधर्म सदैव मेरे सामने है। രണ്ടാമത് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പാപം ചെയ്താൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. दूसरा, परमेश्वर के पास में अगर हम पाप करें तो वहां पर इसका रिकॉर्ड होता है। ഞാൻ പറയുന്ന വാക്യങ്ങൾ ദൈവമക്കൾ നോട്ട് ചെയ്തുകൊള്ളുക. വായിപ്പിക്കാൻ സമയമില്ല, വായിക്കാനും സമയമില്ല. യോബിന്റെ പുസ്തകം 10:14, अय्यूब 10:14, 13:27, 13:27, 14:16-17, 14:16-17 ഈ രേഖപ്പെടുത്തിയിരിക്കുന്ന യോബിന്റെ പുസ്തകത്തിൽ യോബ് പറയുകയാണ്, ഞാൻ പാപം ചെയ്താൽ ദൈവം കണ്ടുവെക്കുന്നു. यहाँ पर अय्यूब कहता है कि अगर मैं पाप करूं तो परमेश्वर उसका अभिलेखा रखता है। മാത്രമല്ല, ഞാൻ ഏത് സ്പോട്ടിൽ നിന്നുകൊണ്ടാണോ ആ തെറ്റിയത് അവിടം ദൈവം മാർക്ക് ചെയ്തിട്ടിരിക്കുന്നു. इतना ही नहीं, जहां पर खड़ा होकर मैं ये पाप करता हूँ उस जगह को परमेश्वर निशाना लगा देता है। ദൈവ വഴിയിലൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എന്റെ ഓരോ സ്റ്റെപ്പുകളും ദൈവം ശ്രദ്ധിക്കുന്നു. परमेश्वर के इच्छा के विरोध में जो अभी मैं जाता हूँ वो मेरा हर एक कदम परमेश्वर उसका रिकॉर्ड रखता है। ഇങ്ങനെ ഓരോ ദിവസവും ഞാൻ ചെയ്യുന്ന തെറ്റുകൾ ദൈവം റെക്കോർഡ് ചെയ്ത് രേഖപ്പെടുത്തി ഒരു സഞ്ചിയിലാക്കി മുദ്രയിട്ട് പറ്റിച്ച് കെട്ടിവെച്ചിരിക്കുന്നു.
ऐसे प्रतिदिन जो गलतियां मैं करता हूँ उसका अभिलेख एक एक करके परमेश्वर एक थैली में डाल के उस पर मोहर लगाकर उसको सुरक्षित रखा गया है। ഇനി മൂന്നാമത്തേത് പിശാച് അവന്റെ പുസ്തകത്തിൽ നമ്മൾ പാപം ചെയ്ത അവൻ റെക്കോർഡ് ചെയ്യുന്നു. अब तीसरा रिकॉर्ड जो है, जब हम पाप करते हैं तो शैतान अपने किताब में भी इसको अंकित करता है। യോബിന്റെ പുസ്തകം 31 അധ്യായത്തിന്റെ 35 മുതൽ 37 വരെ വായിച്ചു കൊള്ളുക. 35 മുതൽ 37 വരെ. ജോബ് ചാപ്റ്റർ 31 വേഴ്സ് 35 to 37. അയ്യൂബ് 31 का 35 से लेके 37 तक का आयत. അവിടെ ഇങ്ങനെ പറയുന്നു, എല്ലാ വാക്യം വായിപ്പിക്കുന്നില്ല. 35 വാക്യം വായിക്കുമ്പോൾ അയ്യോ എന്റെ സങ്കടം കേൾക്കുന്നവനുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, ഇതാ എന്റെ ഒപ്പ്, അത് വേറെ ചിന്തയാണ്, അവിടെ നിൽക്കട്ടെ. സർവശക്തി ഉത്തരമായിട്ട് പറഞ്ഞിട്ട് എന്റെ പ്രതിയോഗി എഴുതിയ അന്യായ രേഖ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. वहां पर 35वें आयत में ऐसा लिखा है, उसका आखिरी भाग में, मेरा मुराई ने लिखा हुआ वह मेरे पास अगर होता. നമ്മുടെ പ്രതിയോഗിയായ പിശാച് നമുക്കെതിരെ എഴുതിയിരിക്കുന്ന നമ്മൾ ചെയ്ത തെറ്റുകളെ കുറിച്ച് ദോഷകരമായ ഉദ്ദേശത്തോടെ അവൻ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അതിന് അന്യായ രേഖ എന്ന് പറയുന്നത്. तो वहां पर लिखा है कि जो मेरा विरोधी है, शैतान जो है, जो शिकायतनामा मेरे खिलाफ दर्ज किया गया है, वो मेरे पास होता तो अच्छा होता. मतलब उसने गलत सोच के साथ इसको दर्ज किया है. മറ്റു രീതിയിൽ പറഞ്ഞാൽ, പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ, ഞാൻ പ്രാർത്ഥിക്കുവാനായി ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുമ്പോൾ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതിരിക്കുവാൻ തക്കവണ്ണം ദൈവം ഭാഗം ബോധിപ്പിക്കുവാൻ ഞാൻ ചെയ്ത തെറ്റുകളെ അവൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നു ദൈവത്തെ കേൾപ്പിക്കാനായിട്ട്. दूसरी परिभाषा में अगर मैं कहूँ, जब मैं प्रार्थना करने के लिए बैठता हूँ तो मेरे प्रार्थना को उत्तर ना दे, इस कारण से परमेश्वर के पास जाकर उसका मेरा ठोकर या मैंने जो गलतियां किया है, पाप किया है, इस पाप को परमेश्वर को सुनाने के लिए जो लेखा रखा है शैतान. മാത്രമല്ല മറ്റൊരു ഭാഗം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ, അതെ, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഒരു കാരണവശാലും ദൈവസന്നിധിയിൽ നമ്മൾ എത്തിച്ചേരാതിരിക്കാൻ വേണ്ടി അതിനെ അവൻ ഒരു പ്രത്യേകമായ ഉപാധിയായി, ഒരു രേഖയായി അവൻ അതേ സൂക്ഷിച്ചു വെക്കുന്നു. दूसरे रीति से कहा जाए तो जब मैं यहाँ से मर जाऊंगा, मेरी मृत्यु हो जाएगा, तब मैं स्वर्ग में प्रवेश ना कर पाऊं, इसलिए मेरे खिलाफ जितना भी शिकायत है वो सब दर्ज किया गया होता है. നമ്മളെ കുറിച്ച് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അവിഹിതമായ കാര്യം നമ്മൾ ചെയ്തതിന്റെ ഒരു റിക്കോർഡ് ഉണ്ടാക്കാൻ വേണ്ടി അവൻ അക്ഷീണ പരിശ്രമം ചെയ്യുന്നവനാണ്. और हमारे खिलाफ किसी भी प्रकार का ऐसा शिकायतों को दर्ज करने के लिए शैतान बहुत यत्न करता है. നമുക്ക് ഓർമ്മ വരും, സഖരിയ പ്രവാചന പുസ്തകം പഠിക്കുമ്പോൾ പ്രവാസത്തിൽ നിന്ന് കടന്നു വന്ന ഇസ്രായേൽ ജനം സെരുബ്ബാബേലിന്റെ കീഴിൽ നേതൃത്വത്തിൽ ആലയം പണിയുമ്പോൾ യോശുവ എന്ന് പറയുന്ന അന്നത്തെ മഹാപുരോഹിതൻ, ആദ്യത്തെ യോശുവ അല്ല, ആ കാലത്തെ യോശുവ മഹാപുരോഹിതൻ ആമേന്റെ ജീവിതത്തെ കുറിച്ച് തനിക്ക് പറയുവാൻ ഒന്നുമില്ലാതിരുന്നിട്ട് തന്റെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നെന്ന് അവൻ ദൈവത്തോട് ഓർപ്പിക്കുവാനിടയായി തീർന്നു. सकरिया के बारे में हम पढ़ते हैं, पहले बार सकरिया ने योशुआ के समय में जब वो लोग वो मंदिर को बनाने की ठान लिए हुए थे, उस समय में उस दास के खिलाफ कुछ और कहने के लिए नहीं था, तब विरोधी कहता है कि उसका वस्त्र मैला हो चुका है. ഒരു കാര്യം പറയാൻ കിട്ടിയില്ലെങ്കിൽ അവൻ നമ്മുടെ വസ്ത്രത്തിലെങ്കിൽ ഒരു കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നവനെന്ന് ഒരു ദൃഷ്ടാന്തം പോലെ പറഞ്ഞുകൊണ്ട്, और कुछ भी अगर उसको कहने को ना मिले, दोष ना मिले, तो हमारी कपड़े में वो मेल ढूंढकर उसके बारे में दोष लिखेगा. बस ये दृष्टांत की नाई में कहकर उस भाग को छोड़ता हूं. ഇസ്രായേലിന്റെ മുൻ നടക്കുവാനായി ദൈവം തെരഞ്ഞെടുത്ത അവരുടെ പ്രധാനപ്പെട്ട നായകനായിരുന്നല്ലോ മോശ. इस्राएल को अगुवाई करने के लिए, उनके सामने नेतृत्व करके आगे चलने के लिए परमेश्वर ने मूसा को चुना था. നമ്മുടെ ദൈവം ആരുടെയും ശവസംസ്കാര ശുശ്രൂഷ ചെയ്യാറില്ല. हमारा परमेश्वर जो है वो किसी का भी शवदाह नहीं करता. ദൈവം ശവസംസ്കാര ശുശ്രൂഷ ചെയ്യുന്നവനല്ല, പകരം സംസ്കരിച്ച ശവം പ്രത്യാശയുള്ള ദൈവത്തിലാണെങ്കിൽ അവനെ തേജസ്സിൽ ഉയർപ്പിക്കുന്ന ദൈവമാണ്. हमारा परमेश्वर किसका का भी शवदाह नहीं करता. उसके एवज में अगर कोई मर जाता है और वो अगर मसीह में है तो उसको जी उठाने वाला और उसके पास लेके जाने वाला हमारा परमेश्वर है. ബാക്കിയുള്ളവരെയൊക്കെ അന്തിമ ന്യായവിധിക്ക് വേണ്ടിയും ഉയർപ്പിക്കുന്ന ദൈവമാണ്. और बाकी लोगों के लिए, न्याय के लिए, दंड के लिए उस दिन उन्हें जी उठाने वाला परमेश्वर है. രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞാൽ നമ്മുടെ ദൈവം ഒരു ശവസംസ്കാര ശുശ്രൂഷ ചെയ്യുന്നവനല്ല, പകരം ഉയർപ്പിന്റെ ശുശ്രൂഷ ചെയ്യുന്നവനാണ്. तो अगर संक्षेप में कहा जाए तो हमारा परमेश्वर शवदाह या अंतिम संस्कार कभी नहीं करता, वो केवल जिला उठाने वाला परमेश्वर है.
ദൈവമക്കളിൽ നല്ലവണ്ണം പഠിച്ചുകൊള്ളണം. എന്നാൽ ഒരു ശവസ്കാര ശുശ്രൂഷ ദൈവം നടത്തുവാനിടയായി തീർന്നു. मसीह लोगों, अच्छे से इस बात को समझ लेना, लेकिन हमारे इस परमेश्वर ने एक अंतिम संस्कार जरूर किया है. ആമേൻ. ആരുടെ സംസ്കാരമാണ് ദൈവമക്കൾക്ക് ഓർമ്മ കാണും? മോശയുടെ ശവം ദൈവമാണ് സംസ്കരിച്ചത്. किसका सौदा किया था? हम जानते हैं मूसा का जो अंतिम संस्कार है वो परमेश्वर ने स्वयं किया था. ആവർത്തന പുസ്തകത്തിൽ അവസാന അധ്യായത്തിൽ വരുമ്പോഴത്തേക്ക് ആ ഭാഗം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവിടെ അവൻ അവനെ അടക്കം ചെയ്തു. व्यवस्था विवरण में आखिरी भाग में जब आते हैं तो वहां हम पढ़ते हैं, वहां पर उसने उसको दफना दिया. ദൈവം ചോദ്യം ചോദിക്കുക, അവൻ എന്തുകൊണ്ട് ഈ ശവസ്കാര ശുശ്രൂഷ ദൈവം നടത്തുവാൻ ഉത്സാഹിച്ചു? एक सवाल करेंगे कि वहां पर परमेश्वर ने ये शव संस्कार क्यों किया. യൂദായുടെ ലേഖനം പഠിക്കുമ്പോൾ അതിന്റെ തുമ്പ് നമുക്ക് കിട്ടുവാനിടയാവും. यूदा के उस पत्र को पढ़ेंगे तो वहां पर उसका एक छोटा सूची हमें मिलेगा. ആമേൻ. ദൈവം ഒരു ബാലശിക്ഷ കൊടുത്താണ് ആമേൻ മോശയെ ഭൂമിയിൽ നിന്ന് പെട്ടെന്ന് മാറ്റിയതെങ്കിലും തന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരാൻ ദൈവം അനുവദിച്ചില്ല. परमेश्वर ने मूसा को एक छोटी सी ताड़ना देकर वहां से उठा लिया था, लेकिन उसकी आशा को कभी भी भंग होने नहीं दिया. ആ പ്രാഗൽഭ്യക്കേട് ദൈവം അറിയുന്നത് പോലെ തന്നെ പിശാചും അറിഞ്ഞവനാണ്. और वो जैसा परमेश्वर जानता था वैसे ही शैतान भी इस बात को जानता था. നമ്മുടെ പ്രധാന ചിന്താഭാഗം അവിടെ അല്ലാത്തത് കൊണ്ട് ഞാൻ അത് കൂടുതൽ വിവരിക്കുന്നില്ല. और क्योंकि हमारा केंद्र ध्यान का विषय ये नहीं है, वहां पर ज्यादा समय नहीं बिताता. എന്നാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, ആ ശവസ്കാര ശുശ്രൂഷ, ആ മരിച്ച മോശയുടെ ശരീരത്തെ കുറിച്ച് ആമേൻ പിശാച് ദൈവത്തോടെ വാദിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അവരുടെ ശരീരത്തെ കുറിച്ച് വാദിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. लेकिन उस मरा हुए मूसा के बारे में ऐसा हम पढ़ते हैं कि शैतान ने उसकी उस लोथ के लिए परमेश्वर के साथ वाद विवाद किया. യൂദായുടെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആമേൻ മോശയുടെ ശരീരത്തിന് വേണ്ടി അവൻ വാദിക്കുമ്പോൾ പ്രധാന ദൂതനായിരിക്കുന്ന മിഖായേൽ വന്നിട്ട് യഹോവ നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞു. और हम लोग ये वहां पर ऐसा पढ़ते हैं, जब मूसा के शव के लिए, लोथ के लिए वो परमेश्वर के साथ लड़ाई कर रहा था, हम जानते हैं मिकाईल जो स्वर्गदूत है आकर वहां पर शैतान को डांटता है. അങ്ങനെ ആ പിശാചിനെ അവിടുന്ന് ഒഴിവാക്കിയിട്ട് ദൈവം തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് തന്റെ ശവം അവിടെ സംസ്കരിക്കുവാനിടയായി തീർന്നു. और ऐसे उस शैतान को वहां से भगाकर परमेश्वर ने स्वयं वहां पर उसका नेतृत्व किया, वहां पर उस मूसा का शव संस्कार किया. പഴയ നിയമത്തിലെ അനേക അനുഭവങ്ങളും പുതിയ നിയമ വിശ്വാസികളായിരിക്കും നമുക്ക് ദൃഷ്ടാന്തമായിട്ടുള്ള ചില കാര്യങ്ങളും നമുക്ക് ഉദാഹരണമായി പഠിക്കാനുള്ള കാര്യങ്ങളുമായിട്ടും പലതിനും നമുക്ക് കാണാൻ കഴിയും. पुराना नियम के कई बातों को नया नियम हम लोगों के लिए एक नमूना के तौर पर, दृष्टांत के तौर पर और एक छाया के तौर पर हम विषयों को सीख सकते हैं. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ആദ്യ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ ലോകാവസാനത്തിങ്കിൽ വന്നെത്തിയിരിക്കുന്ന നമുക്ക് ഇത് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്നു, അത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ ചരിത്രത്തെ കുറിച്ച് പറയുന്നു. पहले कुरिन्थी 10वें अध्याय में हम देखते हैं, वहां पर ये लिखा है जो इतिहास है वो हमारे लिए एक दृष्टांत है, एक नमूना बनकर वहां पर रखा गया है, ऐसा लिखा है. പഴയ നിയമ ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ പല ഭാഗങ്ങളും നമുക്ക് അതേ ബുദ്ധി ഉപദേശമാണ്, ദൃഷ്ടാന്തമാണ്, ഉപദേശമാണ്. ദൈവത്തിന് സ്തോത്രം. पुराना नियम इस्राएलियों के जीवन में जो कुछ भी हुआ, ये तमाम बातें हमारे लिए एक दृष्टांत है, एक नमूना है. ഇതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ കർത്താവ് പറഞ്ഞത് പിശാചിന് ഇടം കൊടുക്കരുത്. और इसीलिए एफेसियों की पत्री में परमेश्वर ने कहा शैतान को जगह नहीं देना. ആമേൻ. അവനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. उसका विरोध करो तो वो तुम्हें छोड़कर भाग जाएगा. ആമേൻ. ദൈവത്തിൽ ജനിച്ച ദൈവമക്കൾക്ക് പാപം ചെയ്യാതിരിക്കുവാൻ നമ്മുടേതായ ഭാഗത്ത് നമ്മളായിട്ട് ചെയ്യുവാൻ ചില കാര്യങ്ങളിൽ നാം ഉത്തരവാദിത്തമുള്ളവരാണ്. परमेश्वर से जन्म लिया हुआ मसीह लोगों को शैतान से अलग और पाप से दूर रहने के लिए हमें अपने आप से करने की कुछ जिम्मेदारी और कर्तव्य है. യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ പറയുന്ന നമുക്ക് ഓർമ്മയിലുണ്ട്, ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല. യോഹन्ना प्रेरित ने अपने पत्र में लिखा है, जो परमेश्वर से जन्म लिया है वो पाप नहीं करता. അവർ തന്നെത്താൻ സൂക്ഷിക്കുന്നു. वो अपने आप को चौकस रहता है. ദൈവത്തിന്റെ വിത്ത് അവരിൽ വസിക്കുന്നു. परमेश्वर का बीज उसमें वास करता है. അതുകൊണ്ട് പിശാച് അവരെ തൊടുന്നതുമില്ല. और इसीलिए शैतान उनको छूता नहीं.
അതുകൊണ്ട് പിശാച് യാതൊരു നിലയിലും ഒരു തരത്തിലും ഒരു ചെറിയ അവകാശം പോലും പറയുവാൻ ഇടയാകാത്ത ഒരു ശ്രദ്ധയുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതമായി നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. और इसीलिए मसीह जीवन को जब हम बिताते हैं तो शैतान किसी भी प्रकार का कोई भी दावा हमारे ऊपर ना करे, ऐसा चौकन्ना होकर सावधानी से मसीह जीवन को हमें बिताना है. എന്നാൽ പലപ്പോഴും നമുക്ക് അതിൽ പരാജയപ്പെട്ടു പോകുന്നെങ്കിൽ ആ പരാജയങ്ങളെ ദൈവമുമ്പാകെ കൊണ്ടുവന്ന് അത് ജയങ്ങളാക്കി തരുവാൻ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുന്നതാണ് ഇങ്ങനെയുള്ള ഉപവാസ പ്രാർത്ഥനയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത്. लेकिन कई बार ऐसा हमारे से नहीं होता, इसलिए हमारे इस पराजय को जय में तब्दील करने के लिए परमेश्वर के पास आकर जो अनुग्रह और कृपा की मांग करते हैं वो ऐसे उपवास की एक भाग है. ഇങ്ങനെയുള്ള ഉത്തരവാദിത്വമുള്ള ഗൗരവമേറിയ വിഷയങ്ങൾ പ്രാർത്ഥിക്കേണ്ട സ്ഥാനത്ത് പലപ്പോഴും ശത്രുവായ പിശാച് നമ്മുടെ മനസ്സിനെ അബലമാക്കിക്കൊണ്ട് നമ്മുടെ ബുദ്ധിയെ അബലമാക്കിക്കൊണ്ട് കേവല ഭൗതികമായ ലോകത്തിലെ അനവധിയ പ്രതിസന്ധികളെ അവൻ ഊതി വീർപ്പിച്ച് നമ്മുടെ മുമ്പിൽ കാണിച്ചിട്ട് അതിനുവേണ്ടി ജാഗരിക്കാനും പ്രാർത്ഥിക്കുവാനും നമ്മുടെ ആയുസ് മുഴുവൻ അതിനുവേണ്ടി ഉപയോഗിക്കുവാനും അവൻ പലപ്പോഴും നമ്മളെ ബന്ധപ്പെടുത്തുകയാണ്. और हमारे उपवास की प्रार्थनाओं में ऐसे गंभीर और खन की बातों की प्रार्थना करने के एवज में शैतान हमें इस प्रकार धोखा देता है कि हमारी आर्थिक बातें और अन्य बातों को हमारी प्रार्थना के विषय में लाकर हम उसको बढ़ा चढ़ाकर देखकर हम उस विषय में प्रार्थना करने के लिए हमारे समय और वक्त को बिता देते हैं. ആവിധമായ കുരുക്കിനകത്ത് പെട്ടുകിടക്കുന്ന പരമാർത്ഥികൾ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുവെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ വിടുതൽ അവരുടെ മേൽ ദൈവം അയക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. और ऐसे किसी गुत्थे में फंसे हुआ कोई भी व्यक्ति है तो परमेश्वर के नाम में मैं प्रार्थना करता हूँ कि परमेश्वर का छुटकारा उन लोगों के ऊपर हो जाए. അങ്ങനെ ദൈവത്തോട് കൃപ ചോദിച്ച് പ്രാർത്ഥിക്കുവാനായി നാം കടന്നു ചെല്ലുമ്പോൾ ऐसे परमेश्वर से प्रार्थना करके परमेश्वर का अनुग्रह को मांग करके हम जब जाते हैं, ഈ വിധത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കിയോ മനസ്സിലാക്കാതെയോ അബദ്ധവശാൽ നമ്മൾ ഏതെങ്കിലും തെറ്റിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവിടെ പിശാച് നമ്മുടെ മേൽ അവകാശം പറയാത്ത നിലയിൽ ഒരു ക്രമീകരണം പ്രാപിക്കുവാൻ നമ്മൾ പ്രാർത്ഥനയിൽ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കണം. इस रीति में अगर हमारे जीवन में कोई भी बात हो गया हो तो परमेश्वर में ऐसा मेल मिलाप हमें पाना है, वो करुणा अनुग्रह को पाना है ताकि किसी भी रीति से शैतान हमारे ऊपर कोई भी प्रकार का दोष ना लगा पाए. നാം മുമ്പേ കണ്ടു, നാം തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ മനസാക്ഷിയിൽ ദൈവാത്മാവ് സംസാരിച്ച് കുറ്റബോധം വരുത്തിക്കൊണ്ടിരിക്കും, രണ്ട് ദൈവം തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, മൂന്ന് പിശാച് അവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. हमने देखा कि 3 पहलू होते हैं जहां पर हमारी गलतियों का रिकॉर्ड किया जाता है. एक हमारे विवेक में जहां पर पवित्र आत्मा हमें बताता है कि हमने जो किया वो गलत है, दूसरा परमेश्वर इसका रिकॉर्ड रखता है और तीसरा शैतान इसका एक रिकॉर्ड दर्ज करता है. ഈ കാര്യങ്ങളുടെ മേൽ ദൈവവചന പ്രകാരം ഒരു ക്രമീകരണം പ്രാപിക്കാതെ നമ്മൾ പ്രാർത്ഥനയിൽ ഇരുന്ന് കഴിഞ്ഞാൽ വെളിപ്പാട് ദിവസവും 12:10 പറയുന്നു, നമ്മെ കുറിച്ച് അവൻ ദൈവസന്നിധിയിൽ കുറ്റം പറയുന്നവനായി നിൽക്കുമെന്ന്. प्रकाशित वाक्य 12:10 में हम ऐसा पढ़ते हैं, अगर इन चीजों में से अगर हम मेल मिलाप नहीं पाते, परमेश्वर से हम लोग संधि नहीं कर लेते तो शैतान हमारे ऊपर दोष लगाता है. 12:10 വായിക്കുമ്പോൾ നമ്മുടെ സഹോദരന്മാരെ ദൈവസന്നിധിയിൽ രാപകൽ കുറ്റം ചുമത്തുന്ന അപവാദി എന്നാണ് അവനെ കുറിച്ച് പറയുന്നത്. और वहां पर उसके बारे में ऐसा लिखा है, अब हमारे परमेश्वर का उद्धार और सामर्थ और राज्य उससे प्रकट हुआ है, क्योंकि हमारे भाइयों पर दोष लगाने वाला जो रात दिन हमारे परमेश्वर के सामने उन पर दोष लगाया करता है वह गिरा दिया गया. നാം ആരും ക്രിസ്തുവിൽ തികഞ്ഞവരായില്ല. हम में से कोई भी मसीह में अभी सिद्ध नहीं हुए. തികഞ്ഞതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പിന്നിട്ട നാളുകളിൽ നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ ചിന്ത കൊണ്ട്, നമ്മുടെ കാഴ്ച കൊണ്ട്, നമ്മുടെ നോട്ടം കൊണ്ട്, നമ്മുടെ മനോഭാവങ്ങൾ കൊണ്ട്, നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് ദൈവഹിതമില്ലാത്ത ഏതെങ്കിലും കാര്യങ്ങളിൽ വീഴ്ച പറ്റിയവരാണെങ്കിൽ ആ ദൈവത്തിൽ ചെല്ലുമ്പോൾ ആദ്യം ആ കാര്യം ദൈവത്തോട് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അവിടെ ചെയ്യേണ്ട ക്രിയകൾ പ്രതിക്രിയ നമ്മൾ നടത്തേണ്ടതാണ്. सिद्ध होने वाले विषय के बारे में यहाँ पर नहीं लिखा है, लेकिन प्रत्युदा अगर हमारी जीवन में, हमारे जो पिछले दिनों के जीवन में, हमारे बोलचाल में, व्यवहार में, बर्ताव में, मनोभाव में, विचार में, चिंता में
किसी भी प्रकार का कोई भी पाप का विषय अगर आ गया है तो सबसे पहले प्रथम परमेश्वर की उपस्थिति में जाकर इन विषयों के ऊपर परमेश्वर के दया, अनुग्रह और उसका क्षमा और मेल मिलाप पाकर हमें आगे जीवन को बिताना है, वो यहाँ पर लिखा गया है। അങ്ങനെ ദൈവത്തിനൊരു ക്ഷമ പ്രാപിച്ച് പ്രാഗൽഭ്യം ഉറപ്പിക്കുക മാത്രമല്ല, മേലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും നമ്മുടെ മുമ്പിൽ കടന്നു വന്നാൽ ആവർത്തിക്കാതിരിക്കാനുള്ള കൃപയും കൂടെ നാം പ്രാപിച്ചെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. तो इन बातों के ऊपर मेल मिलाप पाकर केवल क्षमा पाना नहीं, लेकिन आगे अगर ऐसी परिस्थिति हमारे सामने आ जाए तो फिर से वो पाप हम ना करें, दोहरा कर इन पापों को ना करें, इसका एक करुणा, इसका एक अनुग्रह भी हमें परमेश्वर से पाना है। നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ അവിടുന്ന് കൃപ നമ്മളെ സഹായിക്കും. हम परमेश्वर में भरोसा करते हैं तो वहां से वो अनुग्रह करेगा। അതുകൊണ്ടാണ് ഞാൻ 2-3 വാക്യങ്ങൾ പറഞ്ഞു വിടാം, വായിപ്പിക്കുന്നില്ല. മത്തായി സുവിശേഷം 5:21 മുതൽ 25 വരെ ദൈവമക്കൾ സമയമുള്ളപ്പോൾ വായിക്കണം. സമയം ഉണ്ടാക്കി വായിക്കണം, സമയമുള്ളപ്പോൾ അല്ല, സമയം ഉണ്ടാക്കി വായിക്കണം. ദൈവത്തെ സ്തോത്രം. 2-3 वचन जल्दी से बताना चाहूंगा, समय नहीं है इसलिए पढ़ाऊंगा नहीं। मत्ती का सुसमाचार 5:21 से लेके 25 तक जरूरी है, अनिवार्य है। आप लोग समय ढूंढना, समय अलग करके इन वचनों को पढ़ लेना। ആമേൻ. അവിടെ പറയുന്നതിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, നീയോ വഴിപാട് വഴി കഴിക്കുവാൻ യാഗപീഠത്തിങ്കിൽ വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് വല്ലത് ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ വെച്ചിട്ട് ആദ്യം ചെന്ന് ആ സഹോദരനോട് അല്ലെങ്കിൽ സഹോദരിയോട് ആ വ്യക്തിയോട് നിരന്നിട്ട് വരിക. എന്നിട്ട് വന്ന് നിന്റെ പ്രാർത്ഥന എന്ന വഴിപാട്, ആരാധന എന്ന വഴിപാട്, എന്ത് ആത്മീയ ശുശ്രൂഷയോ അത് ആ വഴിപാട് കഴിക്കുക എന്നോട് പറയും. और वहां पे ये लिखा है, अगर किसी भी प्रकार अगर तुम्हें जब तुम बलि चढ़ाने के लिए आते हो तो भेंट के समय अगर तुम्हें स्मरण होता है कि तेरे भाई या तेरे मन में उसके प्रति कुछ विरोध है तो अपनी भेंट की चढ़ाई उस वेदी के सामने छोड़कर पहले जाकर अपने भाई से मेल मिलाप कर तब आकर अपनी भेंट को चढ़ा। നമ്മുടെ നമ്മുടെ പ്രാർത്ഥന കഴിക്കുന്നതിന് തടസ്സമായിട്ടുള്ള കാര്യങ്ങളെ അവിടെ ഓർപ്പിക്കുമ്പോൾ സഹോദരനെ നിസാര എന്ന് വിളിച്ചത് പോലും ക്രമീകരണം പ്രാപിക്കുന്നില്ലെങ്കിൽ അത് തടസ്സമാണെന്നവിടെ പറയുന്നുണ്ട്. और प्रार्थना का विषय में हम जब ये कहा जाता है कि जब प्रार्थना करने के लिए हम जाते हैं, अगर भाई को निकम्मा भी कहा है तो उसके लिए भी हमें परमेश्वर के सामने मेल मिलाप करना है। ഒരു വ്യക്തിയോട് അനാവശ്യമായി കോപിച്ചിട്ടുണ്ടെങ്കിൽ ആ കോപം പോലും തെറ്റായ ഒരു കാര്യമാണെന്ന് അവിടെ പറയുന്നുണ്ട്. और बेवजह किसी व्यक्ति से अगर हम क्रोधित हुए हैं तो वो भी हमें परमेश्वर के सामने मेल मिलाप करना है, माफी मांगना है। ഏതെങ്കിലും വ്യക്തിയെ മൂടാന്ന് ഒരു പക്ഷേ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതും അവിടെ പാപമാണെന്ന് അവിടെ പറയുന്നുണ്ട്. किसी भी व्यक्ति को अगर हमने मूर्ख बुलाया है तो वो भी पाप है, ऐसा वहां पर अंकित किया है। ചിലപ്പോൾ നമ്മൾ അറിഞ്ഞും അറിയാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ പോലും ചില സമയത്ത് ഈ വാക്കുകൾ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ച് സംബോധന ചെയ്തെന്ന് വരാം. कभी कभी हो सकता है जाने अनजाने में हमारे बच्चों के साथ भी हम इन वचनों को लेकर या ये शब्द इस्तेमाल करते हैं उनके खिलाफ। പാപത്തിന് ദൈവം കൊടുക്കുന്ന ഗൗരവം തന്നെ നമ്മൾ കൊടുക്കണമെന്നോ. परमेश्वर के नाम की महिमा हो तो संक्षेप में अगर कहूँ तो पाप के विरोध में परमेश्वर जो गंभीरता दिखाता है वही गंभीरता हमें भी दिखाना है। മർക്കോസിന്റെ സുവിശേഷം 11:25 മുതൽ വായിക്കും, 25-26 കൂടെ വായിക്കുമ്പോൾ मरकोस 11:25 को अगर जब पढ़ते हैं അവിടെ വായിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ സഹോദരന് നിങ്ങളോട് വല്ലതുകൊണ്ട് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുണ്ടെങ്കിൽ നിങ്ങളും അവരോട് ക്ഷമിപ്പീരെന്ന് പറയുന്നുണ്ട്. और वहां पे 11:25 में ऐसा लिखा है कि अगर तुम प्रार्थना करते हो उस समय तुम्हें लगे अगर किसी को तुम्हारे प्रति कुछ है तो तुम उससे जाके क्षमा करो। മത്തായി സുവിശേഷം 18:35 വായിക്കുമ്പോൾ മത്തായി 18:35 मत्ती 18 उसका 35 അത് വായിക്കുമ്പോൾ അവിടെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ല എങ്കിൽ സ്വർഗസ്ഥനായ പിതാവും നിങ്ങളോട് അങ്ങനെ തന്നെ ചെയ്യുമെന്നോട് പറയുന്നുണ്ട്. वहां पर लिखा है, इस प्रकार यदि तुम में से हरेक अपने भाई को मन से क्षमा न करेगा तो मेरा पिता जो स्वर्ग में है तुमसे वैसा ही करेगा। ഇതെല്ലാം ഒരു ബാഹ്യമായ ചടങ്ങായിട്ടല്ല, ഹൃദയത്തിൽ നിന്നുള്ള ആന്തരിക ശുദ്ധീകരണമായി തന്നെ നടക്കേണ്ടതായിട്ടുണ്ട്. और ये तमाम बातें केवल हमारी ऊपरी सतह में नहीं, हमारे भीतर हमारे दिल से ये मंत्राओं को होना है। ഇല്ലെന്ന് വരികിൽ ഒരു അലങ്കാര ഭാഷ സദൃശവാക്യം 26-23 രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് എടുത്താൽ നന്നായിരുന്നു. 26:23 സ്നേഹം ജ്വലിക്കുന്ന അതിരവും ദുഷ്ടഹൃദയവും വെള്ളിക്കീടം പൊതിഞ്ഞ മൺകുടവും പോലെയാകുന്നു. പുറമെ സ്നേഹം ജ്വലിക്കുന്ന, അതെ, സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തി, बाहर से जो प्रेम प्रकट करता है वो व्यक्ति, അകത്ത്
ആ വ്യക്തിയെ കുറിച്ചുള്ള വിരോധം ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്, उस व्यक्ति के प्रति अंदर में बैर रखने वाला व्यक्ति, അതിനെക്കുറിച്ച് അലങ്കാര ഭാഷയിലൂടെ പറഞ്ഞ വെള്ളിക്കീടം പൊതിഞ്ഞ മൺകുടം. उसके बाद लिखा है कि मिट्टी का बर्तन जो चांदी से ढका गया है. ആമേൻ. ആ കുടം മണ്ണിന്റെ കുടമാണ്, वो जो बर्तन है वो मिट्टी का है, പക്ഷെ ഇതിന്റെ പുറമെ നോക്കിയാൽ വെള്ളിക്കുടം പോലെ ഇരിക്കുന്നു. बाहर से देखेंगे तो चांदी का बर्तन लगता है. ആമേൻ. എത്ര രസകരമായ ഒരു കാര്യമാണ്. कितना अच्छा बात है. ആമേൻ. ഇങ്ങനെ അനേക ആളുകളും ആകാൻ സാധ്യതയുണ്ട്. ऐसे बहुत से लोग भी हो सकते हैं. പുറമെ ആത്മീയ ജീവിതത്തിന്റെ ഒരു വലിയ പരിവേഷം, बाहर से आत्मिक जीवन का एक ही बहुत बड़ा दिखावा, ഹൃദയത്തിനകത്ത് പല ദുരാഗ്രഹങ്ങളും ഇരിക്കുന്ന വ്യക്തി, और हृदय के अंदर बहुत ही गलत इच्छाओं को रखने वाला व्यक्ति. കഴിഞ്ഞ ദിവസം പഠിച്ച പോലെ കോപം, ഈർഷ്യ, പിണക്കം, തൊന്നപക്ഷം, അസൂയ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളിൽ കയറിക്കൊണ്ട് പുറമെ ഒരു ഭക്തിയുടെ വേഷത്തിൽ നടക്കുന്ന ഒരു അനുഭവം. पिछले दिनों में जो हमने सीखा वो पाप की सूची में वो डाह करने वाला, मतवालापन, शराबी और मूर्ति पूजा करने वाली, इन तमाम बातों को अपने जीवन में रख के बाहर से आत्मिक होने का एक नाटक या कपट जीवन दिखने वाला व्यक्ति. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തമായ പഠിപ്പിക്കലായിരിക്കുന്ന ഗിരിപ്രഭാഷണത്തില് यीशु मसीह का जो सबसे सामर्थ्य का जो सिखाना है, जो है हमारा पर्वत का प्रवचन, 5-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ഒരു ഭാഗം ഇങ്ങനെ പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. वो 5वें अध्याय में हम पढ़ते हैं जो मन के शुद्ध है वो धन्य है. അതെ, നമ്മുടെ ശുദ്ധീകരണം ഹൃദയത്തിനകത്തുനിന്ന് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. हमारे मन से शुद्धिकरण होना है, ऐसा परमेश्वर इच्छा करता है. നാം ഒരു വ്യക്തിയുമായിട്ട് നിരപ്പ് പ്രാപിക്കുമ്പോൾ ഹൃദയത്തിനകത്തുനിന്ന് നിരപ്പ് വരണമെന്ന് ആഗ്രഹിക്കുന്നു. हम जब किसी व्यक्ति के साथ मेल मिलाप करते हैं तो हृदय से, हमारे मन से वो मेल मिलाप होना चाहिए. ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹം ഹൃദയത്തിന്റെ അകത്തുനിന്ന് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. और किसी व्यक्ति से यदि हम प्रेम करते हैं तो वो प्रेम हमारे हृदय से निकलना है, ऐसा परमेश्वर इच्छा करता है. ഇല്ലെങ്കിൽ ശലോമോന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിക്കീടം പൊതിഞ്ഞ മൺകുടം പോലെ ആകും എന്നൊരവസ്ഥ എന്ന് പറയുന്നു. अगर ऐसा नहीं तो सुलेमान की सजावट भाषा में जैसा मिट्टी के बर्तन को चांदी से ढका गया है वैसा अवस्था होगा. ഞാൻ ചർച്ചിൽ അതിനെക്കുറിച്ച് എന്റെ ഒരു ഭാഷ പറയാറുണ്ട്. मैं कलीसिया में मैं अपनी तरह से इसकी परिभाषा बताता हूँ. ആമേൻ. റോഡ് ഗോൾഡ് ക്രിസ്ത്യാനിറ്റി, रोल गोल्ड क्रिश्चियनिटी, അലൂമിനിയത്തിന്റെ മാലയാണ്. मतलब अल्यूमिनियम या फिर ऐसे किसी पदार्थ का जो है वो माला है. പുറമെ എന്താ ഗോൾഡിന്റെ എന്തോ, ഗോൾഡ് അല്ല, ഗോൾഡ് പോലെയുള്ള എന്തോ സംതിങ്ങിന്റെ ഒരു പ്ലേറ്റിംഗ് നടത്തിയിരിക്കുന്ന മാല. लेकिन उसके ऊपर ताकि उसको सोने जैसा दिखाया जाए, सजावट के लिए वो सोने से जैसा एक बात से ढका हुआ होता है या गोल्ड प्लेट किया होता है. മാർക്കറ്റിൽ 25 രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണത്. वो बाजार में 25 रुपए में मिल जाएगा. അത് 50,000 രൂപയുടെ സാധനം പോലെ മതിച്ചുകൊണ്ടാണ് കൊണ്ട് നടക്കുന്നത്. और वो जो है 50,000 का जो कीमती सोना है वैसा उसको लिया जाता है. അങ്ങനെ റോഡ് ഗോൾഡ് ക്രിസ്ത്യാനിറ്റി ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ऐसा रोल्ड गोल्ड का या ऐसा कपटी मसीह जीवन परमेश्वर इच्छा नहीं करता. ഇങ്ങനെയുള്ള ഇത് കേട്ടുകൊണ്ട് ഈ ദൈവമക്കൾ എല്ലാവരും ആ നിലയിലാണെന്നുള്ള ഉദ്ദേശത്തോടല്ല പറഞ്ഞത്. ദൈവവചനത്തോട് വിശ്വസ്തത പാലിച്ച് അത് വിഭജിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ആ ഭാഗങ്ങൾ സംസാരിക്കുകയാണ്. परमेश्वर के लोग ऐसा है, मैं ये नहीं कहता, लेकिन जब इस बातों को सीखते हैं तो इन बातों को हमें समझना है, ऐसा मैं बताना चाहता हूँ. ആമേൻ. വെളിപ്പാട് ദിവസം 21:11 ഇങ്ങനെ വായിക്കുന്നു, प्रकाशित वाक्य 21:11 में हम ऐसा पढ़ते हैं, നാം പ്രത്യാശയുടെ ശുഭഭാവി പ്രാപിച്ച് നിത്യ സിയോനിൽ നമ്മൾ എത്തുമ്പോൾ നമ്മുടെ സൗന്ദര്യം, അവിടെ പറയുന്നത് ക്ലിയർ ആസ് ക്രിസ്റ്റൽ എന്നാണ് പറയുന്നത്. प्रकाशित वाक्य 21:11 में पढ़ते हैं, जब हम उस यरूशलेम में पहुंचेंगे वहां पर जो है हमारा जो बात है वो पवित्र यरूशलेम जो है वो बिल्कुल पैगंबर के जैसा दिखना है. क्लियर आस क्रिस्टल, वो बिलोर के समान होना चाहिए. സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ സൂര്യകാന്തം, वो बिलोर के समान वैसा होना चाहिए. ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടിരിക്കുന്ന ഒരു ക്രിസ്റ്റൽ, ഒരു ഗ്ലാസ് നമ്മുടെ മനസ്സിൽ കാണുക. एक क्रिस्टल ग्लास या बिलोर का जो ग्लास होता है जो ट्रांसपेरेंट है उसको हमारे मन में लाए. നമ്മുടെ ഹൃദയം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം സ്വർഗം ആഗ്രഹിക്കുന്നു. हमारा हृदय भी बिल्कुल वैसा एकदम साफ होना परमेश्वर इच्छा करता है.
ദൈവമക്കൾ വിഷമിക്കല്ലേ, ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷെ നടന്നില്ലെങ്കിലും നമ്മുടെ ഗോൾ, നമ്മുടെ ആ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഒരു നിലവാരത്തിൽ എത്തുക എന്നുള്ളതായിരിക്കണം. मसीह लोग, आप लोग बिल्कुल भी अपना दिल नहीं हारना, क्योंकि 1 दिन या 2 दिन में नहीं होता, लेकिन हमारा मकसद जो है उस पवित्रताई को पाना है. ആമീൻ. ആ ഒരു നിലവാരത്തിൽ എത്തുവാനുള്ള ആ വേദന നമ്മുടെ പ്രാർത്ഥനയിൽ പ്രകടമായിരിക്കണം. और उस एक गुणवत्ता में, उस मापदंड में पहुंचने का एक दर्द हमारी प्रार्थना में उजागर होना है. തന്റെ ഭക്തന്മാരുടെ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളെയാണ് ദൈവം സാധിപ്പിച്ചു തരുന്നത്. अपने भक्तों का ऐसे जो चाहत है उसको वो पूरा करता है. ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരട്ടെ. ആകയാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന ഒരു വെറും ചെലവല്ല, ആമേൻ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ ഉയരുകയാണ്. इसलिए हमारी प्रार्थना आने वाले दिनों में केवल एक जब नहीं, लेकिन परमेश्वर जो चाहता है उस गुणवत्ता और मापदंड की ओर हम पहुंचे. യോനായുടെ പുസ്തകം വായിക്കുമ്പോൾ योना के किताब में जब हम पढ़ते हैं, അവരും ഇതുപോലൊരു ഉപവാസം, അതെ, 3 ദിവസത്തെ ഉപവാസം മാത്രമായിരുന്നു അത്. वो भी ऐसे एक उपवास के लिए बैठा था. वो 3 दिन का उपवास था. അവരെ പോലെ പാപം ചെയ്തവരാരും അല്ല, നമ്മളെ ക്രിസ്തു രക്തത്താൽ വീണ്ടും പ്രാപിച്ചു അബദ്ധവശാൽ വല്ല തെറ്റിലും അകപ്പെട്ടവർ പോയവർ മാത്രമായിരിക്കാം നമ്മള്. उनके जैसा पाप किए हुए नहीं होंगे, लेकिन उसको मसीह के लहू से उतार पाए लोग गलती से या गलतफहमी में कुछ पाप में गिरे हुए होंगे. എന്നാൽ യോനാ പ്രവാചകൻ വളരെ വില കൊടുത്ത് യോനാ പ്രവാചകൻ അവിടെ എത്തി. ആമേൻ, ദൈവത്തിന്റെ അകപ്പാട് യോനാ പ്രവാചകനിൽ കൂടെ അവർ കേട്ട് കഴിഞ്ഞപ്പോൾ ആമേൻ, അവര് വളരെ അനുദപിച്ച് പ്രാർത്ഥിച്ച് ആ വിഷയത്തിൽ ജയമെടുക്കുവാൻ തക്കവണ്ണം അതെ അവർ മാനസാന്തരപ്പെടുവാനും ഉപവസിക്കുവാനും ഇടയായി തീർന്നു. लेकिन हम देखते हैं वहां पर योना बहुत ही कष्ट उठाकर वहां पर पहुंचा, और जब उसने प्रचार किया, मंत्राव की बातों को बताया, तो वहां के लोग कष्ट उठाकर उपवास करने के लिए वो तैयार हुए. ആമേൻ. അവർ തങ്ങളുടെ ദുർമാർഗം വിട്ടുമാറിയെന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള അവരുടെ പ്രാക്ടിക്കൽ ലൈഫിലെ വ്യത്യാസങ്ങൾ കണ്ടപ്പോൾ ദൈവം അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം വരുത്താതെ അതിനെക്കുറിച്ച് ദൈവം മനസ്സു മാറ്റി എന്നുള്ള വായിക്കും. और वहां पर हम ऐसा पढ़ते हैं, जब लोगों ने अपने गलत राह को, दुर्मार्ग को छोड़ दिया, इस वजह से परमेश्वर को दया आकर वो जो उनके ऊपर विपत्ति लाने वाला था उस विपत्ति को टाल दिया, ऐसा हम पढ़ते हैं. ഞാൻ വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, ഈ ഉപവാസ പ്രാർത്ഥന ആമേൻ ഷാർജയിൽ ദൈവമക്കൾ തുടങ്ങി 1ാമത്തെ ദിവസം മുതൽ ഇത് അവസാനിക്കുന്ന സമയം വരെയും കർത്താവ് വരാൻ താമസിച്ചാൽ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ ഗൈഡ് ചെയ്യുന്നു. और मैं विश्वास करता हूं कि शारजा की कलीसिया जब से उपवास का पहले दिन से आरंभ किया है, आखिरी दिन तक पवित्र आत्मा ही हमारी अगुवाई करता रहेगा. അങ്ങനെയുള്ള ഈ ഉപവാസ പ്രാർത്ഥന എത്രമാത്രം അനുഗ്രഹമായിരിക്കുന്നു എന്നുള്ളത് ഈ ദിവസങ്ങളിലല്ല അത് വെളിപ്പെട്ട് വരുന്നത്. ഈ ദിവസങ്ങളിൽ നാം 1ാമത്തെ ദിവസം മുതൽ 21ാമത്തെ ദിവസം വരെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന വചനം വെച്ച് നമ്മുടെ ജീവിതം എത്രമാത്രം വ്യത്യാസമുള്ള മാറ്റം വന്ന ഒരു ജീവിതത്തിന്റെ ഉടമയായിരിക്കുന്നു എന്ന് നാളെ നമ്മളെ പുറം ലോകത്ത് വെച്ച് കാണുമ്പോഴാണ് ദൈവം തിരിച്ചറിയുന്നത്. और ये उपवास के दिनों का जो एक सफलता है वो अब भी पता नहीं चलता, लेकिन एक पहला दिन से लेके 21वें दिन तक पवित्र आत्मा की अगुवाई में जिस वचनों को हम सुनेंगे और जो वचन हम सुनते हैं उसके अनुसार जो आत्मिक बढ़ोतरी और बदलावट हमारे जीवन में होता है, और बाहर निकलकर जब बाहर के लोग ये देखेंगे, वहां दुनिया ये देखेगी और परमेश्वर ये देखेगा, वहां पर ये उपवास की प्रार्थना का सफलता दिखेगा. അവൻ നിലവേക്കാരെ കുറിച്ച് ആ നിലവാരത്തിൽ ദൈവം കണ്ടപ്പോഴാണ് അവരെ കുറിച്ച് വരുത്താമെന്ന് ദൈവം ഉദ്ദേശിച്ചിരുന്ന അനർത്ഥത്തെ കുറിച്ച് മനസ്സു മാറ്റിയത്. निनवे के लोगों के बारे में हम पढ़ते हैं, जब ऐसा वो बदल गए, ये परमेश्वर ने देखा, तब उनके खिलाफ जो दंड वो लाने वाला था, वो संकट लाने वाला था, उस संकट से परमेश्वर का मन बदल गया. ദോഷകരമായ ചില അനുഭവങ്ങൾ കൂടെ നാം കടന്നു പോകുന്നെങ്കിൽ അതിൽ നിന്ന് ദൈവം തന്നെ മനസ്സു മാറ്റാനായിട്ട് നമ്മുടെ തീരുമാനവും പ്രതിഷ്ഠയും നമ്മളെ സഹായിക്കട്ടെ. और ऐसे संकट के कुछ दिन हमारे सामने हैं, लेकिन उस परमेश्वर के सामने हमारी मन को बदलने का ये अवसर और मौका हो. പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ചില മിനിറ്റുകളിലൂടെ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ ഇന്ന് രാത്രി നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. बहुत ही प्रार्थना और ध्यान पूर्वक रखे, आगे का कुछ क्षण कुछ बातों को कहकर समाप्त करना चाहूंगा. ഈ വിഷയം കർത്താവ് വ്യക്തിപരമായിട്ട് എന്നെ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് എന്നെ ഓർപ്പിക്കേണ്ടത് എന്റെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിലാണ്. ये विषय जब प्रभु मुझे सिखा रहा था, मेरे व्यक्तिगत जीवन में प्रभु ने एक बात सिखाया इन दिनों में. ആമേൻ. അതെ, ഈ വക പ്രാഗൽഭ്യം ഒന്നും എന്റെ ജീവിതത്തിൽ ഞാൻ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ അന്യഭാഷയെ ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തിയാകാൻ വളരെ സാധ്യതയുണ്ട്. इनमें से कोई भी योग्यता बातों को अगर मैं ध्यान मेरे जीवन में ना भी दूं, तो भी मैं अन्य भाषा में आराधना कर सकता हूँ.
നിശ്ചയമായിട്ടും അന്യഭാഷയിൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. എത്രയും അധികം അന്യഭാഷയിൽ സംസാരിക്കണം. ദൈവകൃപയിൽ അന്യഭാഷ സംസാരിക്കുന്നവരെ നമ്മൾ വിലക്കാനും പാടില്ല. और निश्चित तौर पर अन्य भाषाओं में हमें आराधना करना है, स्तुति करना है, जितना हो सके उतना अधिक अन्य भाषाओं में हमें बात करना है परमेश्वर के साथ. इतना ही नहीं, जो अन्य भाषा में प्रार्थना करते हैं या अन्य भाषा बोलते हैं उनको रोकना भी नहीं है. പറയാൻ കാരണം അനേക ദൈവമക്കളും വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു മേഖലയായതുകൊണ്ടാണ് ആ വിഷയത്തെ കുറിച്ച് ഓർമ്മിക്കുന്നത്. कहने का तात्पर्य कई मसीह लोग इसमें इस विषय में धोखा खा जाते हैं, इसलिए इस विषय को कहना चाहूंगा. എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഈ നാം പറയുന്ന അന്യഭാഷ നിശ്ചയമായിട്ടും ദൈവം നൽകിയ ഒരു സ്വർഗീയ അനുഭവമാണ്. പക്ഷേ നമ്മുടെ വിശുദ്ധിയുടെ നിലവാരത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു ടോക്കൺ അല്ലാതെ. कहने का तात्पर्य हमारी जो अन्य भाषा है निश्चित तौर पर परमेश्वर ने हमें दिया हुआ है, लेकिन हमारी अन्य भाषा बोलने का जो बात है वो हमारे पवित्रताई का एक पुख्ता सबूत नहीं है. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാ ശക്തിയോടെ വസിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടെയാണല്ലോ നാം പറയുന്ന അന്യഭാഷ. हमारे अंदर पवित्र आत्मा वास करता है, उसका एक सबूत है अन्य भाषा. ഈ വിഷയം കർത്താവ് അടുത്ത ദിവസം എന്നെ ബോധ്യപ്പെടുത്തത് 51 സങ്കീർത്തനത്തിൽ കൂടെയാണ്. और ये विषय परमेश्वर ने मुझे 21वें भजन संहिता के द्वारा समझाया. അതിന്റെ 11-12 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. उसके 11 और 12वें आयत को जरा हम गौर करेंगे. ഞാൻ തന്നെ ആ വാക്യം വായിക്കാം. അത് 11-12 വായിക്കുമ്പോൾ ദാവീദ് പറയുകയാണ്, നിന്റെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. मुझे अपने सामने से निकाल न दे और अपने पवित्र आत्मा को मुझसे अलग न कर. अपने किए हुए उद्धार का हर्ष मुझसे फिर से दे और उद्धार आत्मा देकर मुझे संभाल. ദാവീദ് വളരെ ഹീനമായ 2 തെറ്റുകൾ ചെയ്തിട്ട് ആ തെറ്റുകൾ മറച്ചു വെച്ചുകൊണ്ട് അഭിനയിച്ചു ജീവിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ. दाऊद ने अपने जीवन में बहुत ही निकृष्ट 2 पाप किया और उस पाप को छिपाकर 1 साल से वो जीता रहा. ആ ഒരു വർഷത്തിന് ശേഷം ഏതാണ്ട് ഒരു വർഷത്തോട് അടുക്കുന്ന സമയത്ത് നാഥാൻ പ്രവാചകൻ മുഖാന്തരം ദൈവം തന്റെ കുറ്റം ബോധ്യപ്പെടുത്തുവാനിടയായിത്തീർന്നു. और लगभग 1 साल जब होने को था, नाथान नबी भविष्यवक्ता के द्वारा दाऊद के उस पाप को दाऊद को उजागर कर दिया. ആ സമയത്ത് ദൈവസയിൽ നെടുമ്പാട് വീണ് താൻ നിലവിളിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണല്ലോ 51 സങ്കീർത്തനം. उस समय परमेश्वर के सामने दंडवत कर किया हुआ प्रार्थना है भजन संहिता 51. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, അതെ, ഈ സമയത്ത് താൻ 3 തെറ്റുകൾ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. मैं ऐसा कहना चाहूंगा, इस समय में वो 3 गलती करके वहां पर खड़ा है. ഒന്ന് പറയുവാൻ പോലും ദൈവമക്കൾക്ക് ബുദ്ധിമുട്ടുള്ള അതെ വ്യഭിചാരം താൻ ചെയ്തിട്ട് നിൽക്കുകയാണ്. एक जो मसीह लोग कहने से भी चर्चा करने से भी लज्जित होते हैं, व्यभिचार उसने किया. ചരിത്രം പഠിച്ച ദൈവമക്കൾക്കറിയാം, തന്റെ ഒരു കൊലപാതകം നടത്തിയിട്ടിരിക്കുകയാണ്. और जो इतिहास पढ़ चुके हैं वो जान पाएंगे उसने एक कत्ल किया. അവൻ മാത്രമല്ല, തെളിവ് നശിപ്പിക്കുവാൻ തനിക്ക് എന്തെല്ലാം കഴിയുമോ അതെല്ലാം താൻ ചെയ്തിട്ട് നിൽക്കുകയാണ്. और इतना ही नहीं, उस सबूत को मिटाने के लिए जो कुछ भी कर सकता था वो सब करके अब वह खड़ा है. ആ സമയത്തും ദൈവത്തിന്റെ ആത്മാവ് തന്റെ ഉള്ളിലുണ്ടെന്നാണ് ഈ വാക്യം പഠിപ്പിക്കുന്നത്. और ऐसे समय में भी परमेश्वर की आत्मा उसके अंदर है, ये यहाँ पर इस वाक्यों में दर्ज है. എന്നാൽ വേറൊരു കാര്യം തന്റെ ഉള്ളിൽ നിന്ന് പോയി, രക്ഷയുടെ സന്തോഷം തന്റെ ഉള്ളിൽ നിന്ന് പോയി. लेकिन उसके अंदर से एक बात निकल गया, वो उद्धार का आनंद जो है वो उसके अंदर से निकल जाता है. ഇന്ന് രാത്രി നമ്മളെ ഒന്ന് ആത്മപരിശോധന ചെയ്യേണ്ട ആവശ്യമുണ്ട്. आज रात का हमें अपने आप को जांचना जरूरी है. ദാവീദ് ചെയ്തതുപോലുള്ള പാപങ്ങളൊന്നും നമ്മൾ ചെയ്ത് കാണത്തില്ലായിരിക്കും. हो सकता है दाऊद के जैसा पाप हमने नहीं किया हो. മുമ്പേ നമ്മൾ ഓർപ്പിച്ചതുപോലെ ചില്ലറ കാര്യങ്ങളിൽ നമ്മൾ ബലഹീനപ്പെട്ടു പോയിട്ടും നമ്മൾ അന്യഭാഷ സമൃദ്ധിയായി പറയുന്നവരായിരിക്കാം. അത് ദൈവത്തിന്റെ ഒരു നീതിയാണ്. और छोटी छोटी बातों में गलतियां करने के बावजूद भी हम लोग हो सकते हैं ऐसा अन्य भाषा बोलते हो, ये परमेश्वर का एक न्याय है. എന്നാൽ രക്ഷയുടെ സന്തോഷം വാസ്തവമായും എല്ലായ്പ്പോഴും ഇടമുറിയാതെ ഞാൻ അനുഭവിക്കുന്നുണ്ടോ? लेकिन उद्धार का आनंद क्या हर समय, हर क्षण, हर पल में अनुभव करता हूँ. ഇവിടെ വായിക്കുന്നത് നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത് എന്നാണ് പറയുന്നത്. यहाँ पर हम पढ़ते हैं, ये ऐसा लिखा है, अपनी पवित्र आत्मा को मुझसे अलग ना कर. ഇത്രയൊക്കെ പാപം ചെയ്തിട്ടും തന്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ എടുത്തില്ല.
इतना पाप करने के बावजूद भी उसके अंदर से पवित्र आत्मा को नहीं निकाला। അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പരിശുദ്ധാത്മാവിനെ എന്റെ ഉള്ളിൽ നിന്ന് എടുക്കരുത് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ താൻ പറയുമായിരുന്നു നിന്റെ ആത്മാവിനെ എനിക്ക് തിരികെ തരണം എന്ന് പറയുമായിരുന്നു. എന്നാൽ ആത്മാവിനെ തിരികെ തരണം എന്നല്ല പറഞ്ഞത്. എന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ തിരികെ എടുക്കരുത് എന്നാണ് പറയുന്നത്. इसीलिए वहां पर दाऊद ने ऐसा प्रार्थना किया कि मेरे अंदर जो पवित्र आत्मा है उससे तू अलग ना कर। ऐसा नहीं होता तो ऐसा प्रार्थना करता, जो पवित्र आत्मा निकाला उस पवित्र आत्मा को मेरे अंदर तू वापस भेज या मुझे वापस उस पवित्र आत्मा को दे। लेकिन ऐसा नहीं कहा। दाऊद कहता है कि मेरे अंदर से पवित्र आत्मा को तू अलग ना कर। ആമേൻ. എന്നാൽ ഒരു കാര്യം ദൈവം തന്റെ ഉള്ളിൽ നിന്ന് എടുക്കുവാനിടയായി തീർന്നു, പാപം ചെയ്ത സെയിം സെക്കൻഡിൽ തന്നെ. लेकिन वो क्षण जिस क्षण उसने पाप किया उसी समय एक बात उसके जीवन से निकाल दिया परमेश्वर ने। രക്ഷയുടെ സന്തോഷം തന്റെ ഉള്ളിൽ നിന്ന് പോയി. उद्धार का आनंद उसके अंदर से चला गया। ആമേൻ. രക്ഷിക്കപ്പെട്ട ദൈവമക്കളായ നമുക്ക് കർത്താവ് നമ്മളെ രക്ഷിച്ചു എന്നുള്ളതിന്റെ ആ മഹാസന്തോഷത്തിൽ എല്ലായ്പ്പോഴും വസിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. उद्धार पाया हुआ हम मसीह लोगों को परमेश्वर ने मेरा उद्धार किया है, उसका आनंद सदैव हम अनुभव कर सकते हैं कि नहीं, इसका जांच करना। ഈ ക്രിസ്തീയ ജീവിതത്തിൽ എൻജോയ് ചെയ്യുന്നവരാണോ നമ്മൾ? ये मसीह जीवन का सुख उठाने वाले हैं कि हम लोग? ആമേൻ. ഈ രക്ഷയുടെ സന്തോഷം ഉള്ളിലില്ലാത്തപ്പോൾ നമുക്ക് ബൈബിൾ വായിക്കാൻ കഴിയും. ये उद्धार का हर्ष जब हमारे अंदर ना हो तब भी हम बाइबल पढ़ सकते हैं। എന്നെ കൂടെ ചേർത്തുകൊണ്ട് പറയണം, ഈ രക്ഷയുടെ സന്തോഷം എന്നിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എനിക്ക് വചനം പ്രസംഗിക്കാൻ കഴിഞ്ഞെന്ന് വന്നേക്കും. मुझे भी इसमें शामिल कर मैं बोलता हूँ, जब ये उद्धार का आनंद मेरे अंदर ना हो उस समय में भी मैं प्रचार दे सकता हूँ। ആമേൻ. സന്തോഷം എന്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ പോലും അനേക ആത്മീയ കാര്യങ്ങളിൽ എനിക്ക് ഇൻവോൾവ് ആകാൻ കഴിയും. और ये आनंद मेरे अंदर जब उद्धार का ना हो उस समय में भी कई आत्मिक बातों में मैं व्यस्त हो सकता हूँ। ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ല ദൈവം നോക്കുന്നത്, എന്റെ ഉള്ളിൽ വാസ്തവമായും ഈ രക്ഷയുടെ സന്തോഷം ഞാൻ അനുഭവിക്കുന്നുണ്ടോ? मैंने क्या कुछ किया ये परमेश्वर नहीं देखता, लेकिन क्या सचमुच में मैं अपने अंदर इस उद्धार के हर्ष को या आनंद को अनुभव करता हूँ, ये चीज को परमेश्वर गौर करता है। പറഞ്ഞതിന്റെ സാരം, നാം ദൈവസന്നിധിയിൽ ഏതെങ്കിലും തെറ്റോ കുറ്റമുള്ളവരായിരിക്കുമ്പോൾ തന്നെ നമ്മൾ പല കാര്യങ്ങളും നല്ല നിലയിൽ ഇൻവോൾവ് ആകുന്നവരും ആത്മാവിലെത്തി ആരാധിക്കുന്നവരും ഒക്കെ ആകുമെന്ന് വെച്ചോണ്ട് നമ്മൾ കുറവുകളെ നമ്മൾ തിരിച്ചറിയാത്തവരാകരുത്. कहने का सारांश तात्पर्य इतना ही है कि हम लोग बहुत से कामों को करते होंगे, आत्मिक बातों में हम शामिल होते होंगे, लेकिन इसका मतलब ये नहीं कि हमने गलत नहीं किया है और ऐसे मामले करते हुए हमारी गलतियों के ऊपर अनदेखा नहीं करना। ഉദ്ദേശിച്ച അല്പം കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞു പോയി ഈ ഭാഗത്ത് ഇത്രയും ദീർഘിപ്പിക്കണം ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. उद्देश्य से भी थोड़ा ज्यादा मैंने बात कर दिया, इतना इसमें बताने की मैंने इच्छा नहीं किया था। ഒരുപക്ഷെ ദൈവമക്കളായ പരമാർത്ഥ ഹൃദയത്തിനെ തട്ടി ഉണർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നതായിരിക്കാമെന്ന് ഞാൻ കരുതുകയാണ്. लेकिन मैं उम्मीद और आशा करता हूँ हो सकता है परमेश्वर जो है निर्दोष जो हृदय है उन हृदयों को जागरूक करने के लिए इन बातों को बताया। ആമേൻ, ആമേൻ. അപ്പോൾ നമ്മൾ ആ ഭാഗം ഇങ്ങനെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയിൽ നമ്മുടെ പ്രാഗൽഭ്യം തിരിഹിത പ്രകാരം ഉറപ്പാക്കിയിട്ട് മാത്രം നമ്മൾ പ്രാർത്ഥിക്കുക. तो उस भाग को यहाँ पर ऐसा समाप्त करना चाहूंगा, हमारी प्रार्थना में हमारी योग्यता को समझकर पहचान कर हम प्रार्थना करें। രണ്ടാമത്തെ നിരീക്ഷണത്തെ കുറിച്ച് ഞാൻ വേഗത്തിൽ പറഞ്ഞോട്ടെ. दूसरा निरीक्षण के बारे में जल्दी से बताना चाहूंगा। ഒരു എപ്പോഴും അവന്റെ ഹൃദയത്തിൽ പറയുന്നത്, അടുത്ത നിമിഷങ്ങളിൽ ഒന്നിൽ എന്റെ കർത്താവ് വരാൻ സാധ്യതയുണ്ട്. एक मसीह अपने हृदय में हमेशा इस बात को कहना है, अगले ही क्षण मेरा यीशु मसीह कभी भी आ सकता है। ആമേൻ. ഈ ദിവസങ്ങളിൽ ഒന്നിൽ കർത്താവ് വന്നാൽ ഞാൻ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടാൻ തടസ്സമായി എന്നിൽ ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? इन दिनों में अगर मेरा यीशु मसीह आ जाए तो मेरा मसीह के साथ उठा लिए जाने को रोकने वाली ऐसी कोई ठोकर का विषय मेरे अंदर है या नहीं? പിന്നിട്ട നാളുകളിൽ വന്ന വിഷയങ്ങളുടെ ക്രമീകരണം കൊണ്ട് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെന്നില്ല. पिछले दिनों के दिनों में जो भलाई मैंने किया है उस वजह से मैं उठा लिया जाऊं, इसकी कोई गारंटी नहीं। ഇനിയും ചില വാക്യങ്ങൾ പറയുമ്പോൾ ആ ഭാഗം നമുക്ക് വ്യക്തമാകും. अब कुछ वचन बताऊंगा तो ये आप लोगों को साफ होगा। എനിക്ക് തോന്നുന്നു ദൈവദാസൻ ഈ കാര്യമൊക്കെ സഭയിൽ പങ്കുവച്ചിട്ടുണ്ടാകുമെന്ന്, എങ്കിലും ഒന്ന് ഓർപ്പിച്ചു പോവുകയാണ്. मैं सोचता हूँ प्रभु के दास ने इन बातों को कलीसिया में बताया होगा, लेकिन फिर भी याद दिलाने के लिए इस आयतों को कहता हूँ। നാം പിന്നിട്ട നാളുകളിൽ വന്നുഭവിച്ച പിഴവുകളെ ക്രമീകരിക്കുക മാത്രമല്ല, ക്രിസ്തുവിൽ പരിപൂർണരാകണമെന്ന് സ്വർഗം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു.
पिछले दिनों में जो गलतियों को हमने किया है केवल उसको क्षमा मांगकर उसमें मेल मिलाप करें, इतना ही नहीं, लेकिन परमेश्वर इच्छा करता है हम मसीह में परिपूर्ण हो जाओ। 1 കൊരിന്തി 15:52 വായിക്കുമ്പോൾ पहली कुरिन्ती 15 का 52 जब हम पढ़ते हैं, പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്, ആമേൻ, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരം പ്രാപിക്കും. यहाँ पर प्रेरित पौलुस कहता है, देखो मैं तुमसे भेद की बात कहता हूँ, और यह क्षण भर में पलक मारते ही पिछली तुरी फूंकते ही होगा, क्योंकि तुरी फूंकी जाएगी और मुर्दे अविनाशी दशा में उठाए जाएंगे और हम बदल जाएंगे. കണ്ണടച്ചു തുറക്കുന്നതിനിടയിൽ തന്റെ സഭ ഭൂമിയിൽ നിന്ന് ഇവിടെ മാറ്റപ്പെടും. तो एक पलक झपकने से पहले अपनी कलीसिया ये संसार से परमेश्वर के साथ अलग हो जाएगा. നമ്മളോട് തന്നെ ചോദിക്കുക, കണ്ണടച്ചു തുറക്കുന്നതിനിടയിൽ ഞാൻ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് എന്റെ ഉച്ചി തൊട്ട് ഉള്ളൻകാൽ വരെ ഈ ശരീരം മുഴുവനും രൂപാന്തരം പ്രാപിച്ച് തേജസ്കരണം പ്രാപിച്ച് കോടാനുകോടി ഗോളങ്ങളെ താണ്ടി കർത്താവ് എന്നെ സ്വീകരിക്കാൻ വന്നിരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ തക്കവണ്ണം ഞാൻ തയ്യാറായിരിക്കുന്നുവോ? हम लोग अपने आप में जैसे इतना फर्ज करो, हमारी पलकें झपकने के बीच में या उतने अंदर में मेरे सर से लेके पांव तक मेरा शरीर पूर्णता बदल कर उसमें रूपांतर होकर यहाँ से किलोमीटरों हजारों किलोमीटरों और गैलेक्सियों को छोड़कर अपने परमेश्वर के साथ में पहुंचने के लिए क्या इस प्रकार की कोई भी ऐसी रुकावट की बातें मेरे जीवन में है या नहीं? നമ്മളെ കുറിച്ചുള്ള ഉറപ്പ് നമുക്കില്ലെങ്കിൽ മറ്റൊരാളുടെ ഉറപ്പിന്മേൽ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയത്തില്ല. हमारे बारे में भरोसा अगर हमें नहीं तो दूसरों के भरोसे पर हम जी नहीं सकते. ആമേൻ. എന്നെ സ്നേഹിക്കുന്ന പലരും ഞാൻ നിശ്ചയമായിട്ടും കർത്താവിനെങ്കിൽ പോകുമെന്ന് പറഞ്ഞാൽ ആമേൻ, അതൊരു കാര്യമായിരിക്കാം, എന്നാൽ എന്റെ ഉള്ളിൽ ആ ബോധ്യം എനിക്കുണ്ടാകണം. मेरे बारे में अगर दूसरे कहते हैं कि मैं निश्चित स्वर्ग में पहुंचूंगा, हो सकता है वो बड़ी बात है, लेकिन मेरे बारे में मुझे अपने आप में एक भरोसा होना है. ആരെക്കാളും എന്നെ അറിയാവുന്നത് എനിക്കാണ്. किसी से भी ज्यादा मैं अपने आप को पहचानता हूँ. ആമേൻ. എന്നേക്കാൾ കൂടുതൽ എന്നെ അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ അത് ദൈവം മാത്രമാണ്. अगर मुझसे ज्यादा कोई मेरे बारे में जानकारी रखता हो तो वो केवल परमेश्वर है. അപ്പോൾ എന്നെ കുറിച്ച് എനിക്കൊരു ബോധ്യമില്ലെങ്കിൽ ഏത് ബോധ്യത്തിന്മേലാണ് ഞാൻ കർത്താവിന്റെ അരികിൽ എടുക്കപ്പെടുമെന്ന് ആമേൻ ഞാൻ ഉറക്കുന്നത്? तो मेरे बारे में अगर मुझे अपने आप में ही भरोसा नहीं है तो कौन से भरोसे से मैं ये दावा कर सकता हूँ कि परमेश्वर के आगमन में मैं उसके साथ उठा लिया जाऊंगा? അപ്പോൾ കണ്ണടച്ചു തുറക്കുന്നിടയിൽ ഏത് മാർക്കറ്റിൽ നിന്നാലും അവിടെ നിന്ന് ഞാൻ പോകുമെന്നുള്ളൊരു ബോധ്യം എന്റെ ഉള്ളിൽ അതേ ഉണ്ടാകാൻ തക്കവണ്ണം എന്റെ ജീവിതത്തെ ഞാൻ നിരീക്ഷിക്കുന്ന വ്യക്തിയായിരിക്കണം. तो पलक झपकते ही कोई भी बाजार में क्यों ना हो, लेकिन परमेश्वर के आगमन में मैं उठा लिया जाऊंगा, ऐसे बात को मुझे पुष्टिकरण करना है अपने जीवन में. കർത്താവിന്റെ വരവെങ്കിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാന്തയെ ചേർക്കുമെന്ന് വാക്യമില്ല. परमेश्वर के आगमन में तैयार होता हुआ दुल्हन को अपने पास ले जाएगा, ऐसा कोई वचन नहीं है. എന്നാൽ ഒരുങ്ങിയിട്ട് കാത്തിരിക്കുന്നവരെ ചേർക്കുമെന്ന് വാക്യമുണ്ട്. लेकिन वचन में ऐसा लिखा है, तैयार होकर जो बाढ़ जो होता है उन्हें ले जाने के लिए परमेश्वर आ रहा है. ദൈവമക്കളെ ഹൃദയമായി പറയട്ടെ, ഈ ദിവസങ്ങളിൽ ആ ഒരു നിലവാരത്തിലെത്താനുള്ളതായ ഒരു വലിയ വേദനയിലാണ് ഈ എളിയവനുമായിരിക്കുന്നത്. मसीह लोगों, दिल से कहता हूँ, इन दिनों में ऐसी एक मापदंड में पहुंचने के लिए उसी यत्न में मैं भी हूँ. ഞാൻ ചില വാക്യങ്ങളോട് ബന്ധപ്പെട്ട് ഓർപ്പിക്കട്ടെ. ആ കർത്താവിന്റെ വരവിൽ നാം എടുക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് അതേ ബോധ്യപ്പെടുത്തുന്ന നമ്മുടെ ആ ക്വാളിറ്റിയെ ബോധ്യപ്പെടുത്തിയിരുന്ന ചില വാക്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വാക്യങ്ങൾ വെച്ച് നമ്മൾ നിരീക്ഷിക്കണം. कुछ आयतों को बताना चाहूंगा. परमेश्वर के आगमन में हम उठा लिए जाएंगे या नहीं, या उसकी गुणवत्ता वो मापदंड हमारे जीवन से है या नहीं, इस बात को समझने के लिए इन आयतों को रखकर इसके साथ हमारे जीवन का जांच करना. ദൈവമക്കൾ ഈ വാക്യങ്ങൾ നോട്ട് ചെയ്തോണം, വായിപ്പിക്കത്തില്ല. ये पढ़ेंगे नहीं, ये आयतों को आप नोट कर लेना. വെളിപ്പാട് പുസ്തകം 19:7 प्रकाशित वाक्य 19:7 അവിടെ വായിക്കുന്നു, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, തന്റെ കാന്തയും തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. और वहां पे हम ये पढ़ते हैं कि मेमने का शादी अब निकट है और उसका दुल्हन अपने आप को तैयार किए हुए बाढ़ जो होती है. തന്റെ കാന്തയും തന്നെത്താൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നല്ല, ഒരുങ്ങിയിരിക്കുന്നു എന്നാണ്. वहां पर ये नहीं लिखा है कि उसका दुल्हन तैयार हो रही है, वहां पर ये लिखा है कि वो दुल्हन तैयार है. റെഡി. वो अपने आप को तैयार कर चुकी है. അവൾ റെഡിയായിട്ട് കാത്തിരിക്കുകയാണ്. वो तैयार होकर बाढ़ जो होती है. ആമേൻ ആമേൻ. ഇനി ഒരുങ്ങിയിട്ടിരിക്കുന്നവരുടെ ഹൃദയനിലയെ
കുറിച്ച് പറയുന്ന ചില വാക്യങ്ങൾ ഉരുകിയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ നില നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ചില വാക്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. अब जो तैयार है लोग, वो तैयार जो है उनका हृदय अगर तैयार रहेगा तो उनका जीवन कैसा होगा, वो कुछ वचनों से बताना चाहूंगा। 2 പത്രോസ് 3:14 दूसरा पत्रोस 3:14 ഇവിടെ പറയുന്നു, യാതൊരു കറയും കളങ്കവും ഇല്ലാത്തവരായി കർത്താവിന്റെ വരവെന്ന് കേട്ടാൽ യാതൊരു വിധമായ ടെൻഷനും ഇല്ലാതെ വളരെ സമാധാനത്തോടെ ഇരിക്കുന്നവരാണെന്ന് പറയുന്നു. वहां पे लिखा है कि परमेश्वर का जो दुल्हन है वो निष्कलंक और निर्दोष ठहरेगा। मतलब परमेश्वर की आगमन के बारे में सुनेंगे तो कोई तनाव या कोई दबाव नहीं। ഞാൻ ആ വാക്യത്തിനകത്തെ ആശയമാണ് പറഞ്ഞത്, വാക്യം അങ്ങനെ വായിച്ചതല്ല, ആ വാക്യത്തിന്റെ ആശയം പറഞ്ഞതാണ്. उस आयत का मतलब को मैंने बताया, वो वाक्य वैसा नहीं है। അപ്പൊ കർത്താവിന്റെ വരവിനായി ഒരുങ്ങിയിരിക്കുന്നവരുടെ ഹൃദയനിലയാണ് യാതൊരു പാപത്തിനോട് ബന്ധപ്പെട്ട കറയും കളങ്കവും ഇല്ലാതെ വളരെ സമാധാനത്തോടെ കർത്താവിന്റെ വരവ്, ഇതാ കർത്താവ് വരുന്നു ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനകത്ത് യാതൊരു ടെൻഷനും ഇല്ല, വളരെ ഫ്രീ ആയിട്ട് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യം നടക്കുന്ന ഒരു ലാഘവത്തോടെ ഞാൻ അതിനെ കാണുന്ന ഒരു വ്യക്തിയായിരിക്കുന്നു എന്നർത്ഥം. तो परमेश्वर की आगमन की जो तैयारी में है, जो ये मानता है कि वो तैयार है, वो जब ये सुनेगा कि मेरा परमेश्वर आ गया है तो उसका सोच कोई डर का नहीं होगा, तनाव का नहीं होगा, बल्कि उसके अंदर एक शांति होगी, उसके अंदर एक निर्दोषता होगा और वो कहेगा कि ये तो मैं अपेक्षा किया वो घटना घट रहा है, और बिल्कुल मुक्त होकर बिल्कुल आनंद के साथ, और उसका हृदय शांति में बनाए रहेगा। 2 തീമോഥെയോസ് 4:7-8 വായിക്കുമ്പോൾ വായിച്ചുകൊള്ളുക. പിന്നീട് दूसरा तीमुथियुस 4:7 और 8 जब पढ़ते हैं, കർത്താവിന്റെ വരവെങ്കിൽ വളരെ പ്രിയം വെച്ചവരാണ് അവര്. परमेश्वर के आगमन के लिए बहुत ही बाढ़ जोने वाले लोग हैं। എബ്രായർ 9:28 इब्रानियों की पत्री 9:28 തങ്ങൾ കാത്തിരിക്കുന്ന 100 കാര്യങ്ങൾ ഒരു കാര്യമല്ല, ഒരേ ഒരു കാര്യം മാത്രം അവർ കാത്തിരിക്കുന്നു, അതേ തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട് നമ്മൾ പറയുന്നു. और वहां पर लिखा है जो उसकी बाढ़ जोतते हैं, मतलब उस वाक्य का मतलब है अन्य बहुत से बातों की बाढ़ जोने नहीं, लेकिन उद्धार के लिए दूसरी बार बिना पाप जो दिखाई देगा, उन उद्धार के लिए वो आने वाला है। ഞാൻ വിനോദ ഭാഷയിൽ ഇങ്ങനെ പറയാറുണ്ട്, കുഞ്ഞുങ്ങളോടും പറയും, ഞാൻ സ്നേഹിതന്മാരോടൊക്കെ പറയാറുണ്ട്. രണ്ടുപേരും കൂടി ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കൂടെ നിൽക്കുന്ന ആളിന് ദൈവവേദനാണെങ്കിൽ ആ ദൈവവേദന കൂട്ടുകാരനെ കണ്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ സഹോദരിമാർ പറഞ്ഞ കൂട്ടുകാരിയെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് ഭർത്താവ് വന്നോ, എന്റെ സഹോദരി പോയോ എന്നുള്ള ഒരു ചിന്തയായിരിക്കണം നമ്മളെ ഭരിക്കുവാൻ. हास्य रूप में कलीसिया में अपने प्रिय लोगों को और बच्चों से मैं अक्सर कहता हूँ, अगर दो लोग साथ में चलते रहेंगे, आपका मित्र हो या आपकी सहेली हो या कोई भी हो, अगर अचानक से गायब हो जाए, सबसे प्रथम आपको सोचना है क्या यीशु मसीह का दोबारा आगमन हो चुका है। ഇതൊക്കെ ഒരു തരംതാണ ചിന്ത പോലെ പലർക്കും തോന്നുമെങ്കിലും ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. और ये सब बहुत ही कमजोर और ऐसा सोच लोगों को लगेगा, लेकिन ऐसा नहीं है। അടുത്ത റോമർ 8:23 വായിക്കുന്നു, കർത്താവ് വരാൻ താമസിക്കുന്തോറും ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. रोमर 8:20 में पढ़ते हैं कि परमेश्वर का आगमन जितना देर होता है उतना मेरे अंदर उस विवेक में मेरे കർത്താവ് വരാൻ താമസിക്കുന്തോറും അതെ ഉള്ളിലെ ആ ഞരക്കം മനസ്സിലാക്കാൻ ഞാൻ ഉദാഹരണം പറയാം. तो परमेश्वर के आगमन जब देरी होता है तो हमारे अंदर जो अड़चन होता है उसके बारे में समझने के लिए एक उदाहरण बताना चाहूंगा। നിങ്ങൾ ഏതെങ്കിലും ഒരു അർജന്റ് കാര്യത്തിന് മീറ്റിംഗ് കഴിഞ്ഞ് പോകാൻ ആഗ്രഹിക്കുന്നു വിചാരിക്കുക. अब आप लोग मान लो, फर्ज करो कि मीटिंग के बाद आप लोगों को कोई बहुत ही जरूरी काम के लिए जाना है। ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറയാണ്. സപ്പോസ് ദേവദാസൻ പറയുന്നു ഇന്ന് 10 മണിയാകുമ്പോൾ നമ്മുടെ മീറ്റിംഗ് അവസാനിക്കും എന്ന് പറയുന്നു. मैं यूं ही एक उदाहरण के लिए कह रहा हूँ, मान लो अभी प्रभु का दास ने कहा है आज 10 बजे हमारी संगति समाप्त होने वाला है। എന്നിട്ട് എന്നെ പോലെ ഒരാൾക്ക് വചനം ശുശ്രൂഷിക്കാനായിട്ട് സമയം തന്നു വിചാരിക്കുക. और उसके बाद मेरे जैसे किसी व्यक्ति को प्रचार करने के लिए समय दे दिया। ഇപ്പോഴത്തെ കാലമായി ചിന്തിക്കേണ്ട, നോർമലായിട്ട് കാര്യം നടക്കുന്ന പഴയ കാലമായിട്ട് ചിന്തിക്കുക. ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തിട്ട് 10 മണിയാകുമ്പോൾ ഈ മീറ്റിംഗ് ഡിസ്പേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഓടിച്ചെന്ന് എന്റെ ലഗേജ് എടുത്തുകൊണ്ട് ഇത്ര മണിക്കത്തെ ഫ്ലൈറ്റിന് എനിക്ക് നാട്ടിലേക്ക് പോകണം. अब मुझे अभी का समय आप ना सोचो, पहले का समय था जब समय का इतना ये नहीं था, मुझे अब तुरंत भी संगति के पास जाना है, मेरा सामान बांधना है और मुझे हवाई जहाज पकड़कर गांव लौटना है।
അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 10 മണിക്ക് മീറ്റിംഗ് നിർത്തിയാൽ പ്രസംഗം അവസാനിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ 10 മണിക്ക് നിൽക്കുന്നില്ല, 10 മണി 15 മിനിറ്റ് ആയിട്ട് നിൽക്കുന്നില്ല, 10:30 നിർത്തുന്നില്ല, 11 മണിയായിട്ടും ഈ പ്രസംഗം നീണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വരികിൽ നമ്മുടെ അകത്തുണ്ടാകുന്ന ആ ടെൻഷൻ മനസ്സിലാകുന്നുണ്ടല്ലോ. अब आप सोच लो कि 10 बजे मीटिंग समाप्त नहीं होता, 10 को भी खत्म नहीं होता, 10:30 को भी खत्म नहीं होता, अब यहाँ तक 11 बजे भी जब खत्म नहीं होगा तो ऐसे व्यक्ति के अंदर वो कैसा एक तनाव उसके अंदर पैदा होता है. ഇത് മനസ്സിലായെങ്കിൽ ഇതുപോലെ കർത്താവ് വരാൻ താമസിക്കുന്തോറും ഉള്ളിലൊരു ഗ്രോണിങ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഞരക്കം ഉണ്ടായിക്കണം. എന്തേ എന്റെ യേശുപ്പച്ച നീ വരാൻ താമസിക്കുന്നു, കർത്താവേ നീ എന്തുകൊണ്ട് വരുന്നില്ല, കർത്താവേ വേഗം വരണമേ. ഹല്ലേലൂയ. इस बात को अगर आप समझते हैं तो हमारे अंदर भी बिल्कुल ऐसा ही एक कहरना होना चाहिए, हमारे अंदर भी ऐसा ही एक दुख होना चाहिए, एक बोझ होना चाहिए. क्यों मेरा मसीह अभी तक नहीं आया, मेरा मसीह कब आएगा, क्यों इतनी देर हो रहा है. അങ്ങനെ ഒരു ഗ്രോണിങ് എന്റെയും നിങ്ങളുടെയും ആരുടെയെങ്കിലും ഉള്ളിലില്ല എന്ന് വരികിൽ നമുക്ക് എവിടെയൊക്കെയോ ക്രമീകരണം പ്രാപിക്കാനുണ്ട്. ऐसा एक कहरना मेरे और आपके दिल में नहीं है तो कहीं तो भी हमें मेल मिलाप करना बाकी बचा है. ഒരു 3 വാക്യം കൂടെ പറഞ്ഞ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. एक 3 आयतों को बताकर मेरे वचन को समाप्त करना चाहूंगा. അടുത്തത് സങ്കീർത്തനം 45-ന്റെ 11 നമ്മൾ വായിച്ചു നോക്കണം. भजन संहिता 45 का 11 जरा पढ़कर देखेंगे. ആമേൻ. അപ്പോൾ രാജാവിന് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹം തോന്നുന്നു പറയുന്നു. वहां पर लिखा है तब राजा को तेरी सौंदर्य के ऊपर प्रीति होगा. നാം ഈ വചനപ്രകാരം ഒരുങ്ങി അതിന്റെ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നുവെങ്കിൽ ആ ആത്മീയ സൗന്ദര്യത്തിൽ പിതാവായ ദൈവം നമ്മളെ കാണുമ്പോൾ തന്റെ ഏകജാതനായ പുത്രന്റെ മണവാട്ടിയാകാൻ നമ്മളെ മണവാട്ടിയാകുവാൻ പിതാവിന്റെ ഹൃദയത്തിൽ നല്ലൊരു ആഗ്രഹം ഉണ്ടാകും. ऐसा परमेश्वर का दुल्हन अपने आप को तैयार करते हुए जब रहेगा तो परमेश्वर अपने पुत्र के लिए उस दुल्हन को जब देखेगा तो उस दुल्हन को अपना करने के लिए बहुत ही व्यग्रता से वो जल्दी आएगा. പിതാവായ ദൈവത്തിന് എന്നെ കണ്ടാൽ, എന്നെ ഇപ്പോൾ ഞാനായിരിക്കുന്ന ആത്മനിലവാരത്തിൽ എന്നെ കണ്ടാൽ തന്റെ ഏകജാതനായ പുത്രന്റെ കാന്തയാക്കാൻ തന്റെ ഉള്ളിൽ എത്രമാത്രം ആഗ്രഹം ജനിച്ചിട്ടുണ്ട് എന്ന് നാം നമ്മെ തന്നെ നിരീക്ഷിച്ച് മനസ്സിലാക്കണം. हमें अपने आप को ये जांच करना है, निरीक्षण करना है कि जब मुझे मेरा परमेश्वर पिता देखता है, मेरे अभी की इस स्थायी अवस्था में देखता है, तो कितना उसके मन में इसके लिए व्यग्रता होता है कि मेरे पुत्र का दुल्हन इसको बनाना है. ലേഖനം 5:30 പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, മലയാളത്തിൽ അത് പൂർണ്ണമല്ല, കിങ് ജെയിംസ് വേർഷനിൽ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നാം അവന്റെ അസ്ഥിയിൽ അസ്ഥിയും മാംസത്തിൽ മാംസവും, നാം അവന്റെ അസ്ഥിയും അവന്റെ മാംസവും എന്ന് അവിടെ പറയുന്നു. एफेसियों की पत्री 5:9 में ऐसा लिखा है कि हम उसके लहू के लहू और उसके जो फ्लैश है उसका फ्लैश है. അതിന്റെ അർത്ഥം ഒന്നാമത്തെ ആദാം, ഒന്നാമത്തെ ഹവ്വായെ നോക്കിക്കൊണ്ട് ഇവളെന്റെ അസ്ഥിയും എന്റെ മാംസത്തിൽ മാംസം എന്ന് പറഞ്ഞതുപോലെ ഒടുവിലത്തെ ആദാമായിരിക്കുന്ന യേശു ക്രിസ്തു നാം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ആമേ തന്റെ കാന്തയാകുന്ന മണവാട്ടി സഭയാകുന്ന ഒടുവിലത്തെ ഹവ്വയാകുന്ന മണവാട്ടി സഭയെ നമ്മളെ നോക്കിക്കൊണ്ട് ഇവളും എന്റെ അസ്ഥിയിലും അസ്ഥിയും എന്റെ മാംസത്തിൽ മാംസമെന്ന് യേശു കൊച്ചൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയണം. ഇത് എത്രമാത്രം നടക്കുമെന്ന് ഇപ്പോഴത്തെ നിലവാരത്തിൽ എന്നെ തന്നെ നിരീക്ഷിക്കുന്ന വ്യക്തിയായിരിക്കണം. जैसे आदम को हवा मिला था उस समय में आदम ने हवा के बारे में उसका नाम डालकर उसको ऐसा कहा, ये मेरी लहू से लहू है और मेरी ही हड्डियों से हड्डी निकाला गया है. और उसी तरह हमें देखकर भी परमेश्वर ये कहना है कि इस दुल्हन और ये जो है वो मेरी रक्त से रक्त है, लहू का लहू है और मेरा शरीर का शरीर है. हमारी अभी की अवस्था में परमेश्वर कितना ये कहेगा ये मुझे नहीं पता, लेकिन हमें इसको लेकर हमारे जीवन का जांच करना है. യൂദായുടെ ലേഖനം 24-ാം വാക്യം വായിക്കുമ്പോൾ ജൂദ उसका 24 को जब आप पढ़ते हैं, വീഴാതെ നമ്മളെ സൂക്ഷിച്ച തന്റെ മഹിമാ സന്നിധിയിൽ നമ്മളെ ആനന്ദത്തോടെ നിർത്താൻ കഴിയുന്നവനെന്ന് അവിടെ വായിക്കുന്നു. वहां पर हम पढ़ते हैं अब जो हमारे ठोकर खाने में बचा सकता है और अपनी महिमा की भरपूरी के सामने मगन और निर्दोष करके खड़ा कर सकता है. ആമീൻ. ഒരിക്കൽ നമ്മളെ വീണ്ടെടുത്ത് ഒരുക്കുവാനായി പരിശുദ്ധത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് അയച്ചു തന്നിട്ട് ആ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് നാം ഒരുങ്ങിക്കൊണ്ടിരിക്കും അളവിൽ ഒരു ദിവസം ഇവിടെ കൊണ്ടുവരിക എന്ന പിതാവായ ദൈവം കുഞ്ഞാടിന്റെ വിവാഹ മഹോത്സവത്തിന്റെ സമയത്ത് പറഞ്ഞാൽ
നമ്മളെയും കൊണ്ട് പരിശുദ്ധാത്മാവിനെ ആനന്ദത്തോടെ പിതാവിന്റെ സ്ഥിതിയിൽ കൊണ്ടെത്തിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന് നമ്മെ കുറിച്ച് സന്തോഷം ഉണ്ടാകണം, ആനന്ദം ഉണ്ടാകണം. एक बार हमारा उद्धार करके हमें फिर उस महिमा में चलाने के लिए जैसा पवित्र आत्मा को हमारे अंदर दिया, और उस पवित्र आत्मा की अगुवाई से जो भी जीवन को बिताता है उसे आखिर तक पहुंचाकर जब परमेश्वर कहेगा मेरे पुत्र के लिए उस दुल्हन को लेके आ जाओ, तब क्या पवित्र आत्मा को हमें ले जाने में उतना आनंद होगा, इस बात का हमें निरीक्षण कर ഏറ്റവും കുറഞ്ഞത് ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഈ ആമേൻ ഉണ്ടായിരിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. कम से कम इतनी बातें हमारी जीवन में हो, ये हमारा परमेश्वर अपेक्षा करता है. ആമേൻ. എങ്കിൽ ഒരുപക്ഷെ എവിടെയെങ്കിലും ഒരു പോരായ്മ ഉണ്ടെന്ന് വരികിൽ കർത്താവേ ആടിയനിത എന്നെ അവിടുത്തെ കരങ്ങൾ തരുന്നു, ആ ഒരു നിലവാരത്തിലേക്ക് കൊണ്ടെത്തിക്കണമേ. ഈ തിരുവനന്തപുരം മുമ്പാകെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നു, ഇന്ന ഭാഗങ്ങളിൽ എനിക്ക് വീഴ്ചയുണ്ട്, ഞാൻ നിരീക്ഷിച്ചത് മനസ്സിലാക്കുന്നു, എന്റെ വഴികളുടെ കുറവ് തീർക്കണമേ എന്ന് പറഞ്ഞ് നമ്മുടെ ഉപവാസ തുറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മീറ്റിങ്ങിന് വരുന്നതിന് മുമ്പുള്ള മീറ്റിംഗിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പുള്ള ഇടസമയങ്ങളിൽ നമുക്ക് ധാരാളം സമയങ്ങളുണ്ട്. ശാന്തമായി തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോട് കൃപ ചോദിച്ചാൽ ആ വാക്യം പോലെ വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്ധിയിൽ കളങ്കമില്ലാത്തവരായി നമ്മളെ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്ന പരിശുദ്ധ ആത്മാവ് കൃപ തന്നയായി തീരും. പ്രൈസ് ദി ലോർഡ്. और ऐसे होने पर ऐसा जो जीवन बिताता है उनके जीवन में अगर छोटी मोटी अगर कमी यहाँ वहाँ आ जाता है तो हमें अपने परमेश्वर के साथ प्रार्थना में उसका मेल मिलाप करना है. संगतियों में आने के पहले जो समय हमें मिलता है उस समय में इस्तेमाल कर अपने आप को हमारे जीवन को निरीक्षण करते हुए उन पापों का अंगीकार करते हुए उन विषयों के लिए प्रार्थना करके परमेश्वर के सामने मेल मिलाप को पाते हुए इन आने वाले 21 दिनों में जो भी समय हमें मिलता है उस समय में प्रार्थना करके अपने आप को तैयार करते हुए अगर हम अपने पवित्र आत्मा के साथ हम प्रार्थना करेंगे तो निश्चित तौर पर जैसा यहाँ पर लिखा है कि अब तक वो तुम्हें ठोकर खाने में बचा सकता है और अपनी महिमा की भरपूरी के सामने मगन होते हुए निर्दोष करके खड़ा करने के लिए पवित्र आत्मा हमारे अंदर ऐसा कार्य करेगा. അതെ, ആ കഥാവ് പറയുന്നു, ആമേൻ, ഈ സംഭവിക്കാനുള്ള എല്ലാത്തിനെയും ഒഴിഞ്ഞു പോകാനും മനുഷ്യപുത്രന് ഭാഗം നിൽക്കുവാനും നമ്മൾ പ്രാപ്തരാകേണ്ടതിന് ഈ വിധത്തിൽ നിരീക്ഷണത്തോടുകൂടിയ പ്രാർത്ഥനയുള്ളവരായിരിക്കണം. तो जैसे हम हमारे पहले वाक्य में हम पढ़ते हैं लूका के उस समाचार में परमेश्वर के उस आगमन में इन तमाम बातों से हमें बचने के लिए और उसके सामने खड़े होने के लिए योग्य करने के लिए हमारी प्रार्थना के जीवन में इन चीजों का निरीक्षण करते हुए हमको जीवन बिताना है. ആമേൻ. അതിനോട് ബന്ധപ്പെട്ട രണ്ട് നിരീക്ഷണത്തെ കുറിച്ച് ഇന്ന് പൽക്കാലം രാത്രികാലം കൃപയാൽ നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. അടുത്ത രണ്ട് നിരീക്ഷണങ്ങളെ കുറിച്ചും പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട കാര്യങ്ങളും അടുത്ത മീറ്റിംഗിൽ നമുക്ക് പഠിക്കുവാനിടയായി തീരട്ടെ. उसके संबंधित 2 निरीक्षणों को आज हमने सीखा. अगला 2 निरीक्षण और बाकी का प्रार्थना का विषय आने वाली संगतियों में सोचने के लिए प्रभु हमें सशक्त करे. ക്ഷമയോടെ കേട്ടുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. എന്റെ ഈ വാക്കുകളെ പരിഭാഷപ്പെടുത്തിയ ലിജോബ്രനുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. और अभी तक धीरज के साथ खड़ा होकर मेरे वचन को सुना हुआ तमाम लोगों के लिए मैं आप लोगों का धन्यवाद करता हूँ. प्रभु सभी लोगों को आशीष